ഈശ്വരേ സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യം സംസ്കൃതാചാര്യഗുരുപരം ശ്രുതിസ്മൃതിപുരാണാനാം പാദം ശങ്കരം ലോകശങ്കരം സംഘാചാര്യം ആധരായണം സദ്ഭാഷ്യകൃതോ വന്ദേ പുനഃ പുനഃ ഈശ്വരോ ഗുരുരാമേ ഓമവദ്വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ. പരമ്പരയെ സ്മരിച്ചുകൊണ്ട് ബൃഹദാരണ്യം രണ്ടാമത്തെ 8-ാം അധ്യായം. അഥ യഥാ സുഷുപ്തോ ഭവതി യഥാ ന കസ്യചന വേദ ഹിതാ നാമ നാട്യോ ദ്വാസപ്തതിസഹസ്രാണി ഹൃദയാത് പുരീതതം അഭിപ്രതിഷ്ഠന്തേ താഭിപ്രത്യവസൃപ്യ പുരീതതിശ്യേതേ സ യഥാ കുമാരോ വാ മഹാരാജോ വാ മഹാബ്രാഹ്മണോ വാ അതിഘ്നീം ആനന്ദസ്യ ഗത്വാ ശയീത ഏവമേവ ഏഷ ഏതച്ഛേദേ. അഥേതാ സുഷുപ്തോ ഭവതി യഥാണ് കസ്യചന വേദ. ഈ ഭാഗത്താണ് ഇവിടെ വിശദീകരിക്കുന്നത്. യഥാ സുഷുപ്തോ ഭവതി, സുഷുപ്തൻ. ഭാഷകാരൻ അവിടെ അർത്ഥം പറഞ്ഞു സുഷ്ടുസുപ്ത, സുഷുപ്ത. അവിടെ സുപ്ത എന്നുള്ളതിന് മുമ്പൊരു സു ഉണ്ട്. അതിൻ്റെ അർത്ഥമാണ് സുഷ്ടു, നല്ലവണ്ണം, ഗാഠനിദ്ര. അതിനടുത്തും പറഞ്ഞ് സമ്പ്രസാദം. അങ്ങനെ ആ ഗാഠനിദ്രയിൽ ന കസ്യജനവേദ, ഒന്നിനെയും അറിയുന്നില്ല. അതാണ് ഇവിടെ വ്യാഖ്യാനിച്ചത്. കർമ്മോത്ഥത്വ പ്രമാത്രാദേഹേ തക്ഷയേ ക്ഷയവത്വത ഷഷ്ഠേയം കർമ്മണി ന്യായ ദ്വയാഭാവ വിവക്ഷയ. കസ്യജന, ഒന്നിനെയും അറിയുന്നില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു അർത്ഥത്തെ എടുത്തത് എന്നാണ് ഇവിടെ പറഞ്ഞത്. അതിൻ്റെ ഭാഷാപരമായും ആശയപരമായും. ഭാഷാപരമായി പറഞ്ഞത് കർമ്മണി ഷഷ്ടിയാണ്. അത് ഒന്നിനെയും അറിയുന്നില്ല, അതിനെ കർമ്മമായിട്ടെടുക്കണം എന്ന് പറഞ്ഞു. അതിന് കാരണം പറഞ്ഞു. കർമ്മോത്ഥത്വ പ്രമാത്രാദേഹി, പ്രമാത്രത്വം തുടങ്ങി അറിയുന്നവൻ, അനുഭവിക്കുന്നവൻ, ചെയ്യുന്നവൻ
കർത്തൃത്വം, ഭോക്തൃത്വം, പ്രമാതൃത്വം, തന്റെ ഈ അവസ്ഥ, ജാഗ്രതയുള്ള ഈ അവസ്ഥകൾ, ഇതെല്ലാം ഇവിടെ പറയുന്നു കർമ്മത്തിൽ നിന്നുണ്ടായതാണ്, പൂർവ്വകർമ്മങ്ങളിൽ നിന്നുണ്ടായതാണ്. എന്നുവെച്ചാൽ കർമ്മസംസ്കാരത്തിൽ നിന്നുണ്ടായതാണ്. തക്ഷയെ സൃഷ്ടിയിൽ എന്താ സംഭവിക്കുന്നത്? കർമ്മക്ഷയം. ഇവിടെ കർമ്മനാശം സംഭവിച്ചിരിക്കുന്നു, കർമ്മമില്ല. ഇവിടെ രണ്ടാമതൊന്നുമില്ല. കർമ്മണ സുപ്തോക്ഷയെ തജ്ജസ്യാപി തത്രക്ഷയ. സുഷുപ്തിയിൽ കർമ്മമില്ല, അതുകൊണ്ട് കർമ്മകാര്യമായ ഒന്നുമില്ല. സർവദ്വിതീയ അഭാവപ്രായണ. രണ്ടാമത്തേതെന്ന് പറയാനൊന്നുമില്ല. സർവദ്വിതീയത്തെ അവിടെ നിഷേധിക്കും. സർവദ്വിതീയ അഭാവം ന കിഞ്ചിതവൈ മാത്രാദി അനുഭവതി. അവിടെ ഒന്നും തന്നെ അനുഭവിക്കുന്നില്ല. നമ്മളെന്ന് പറഞ്ഞ സുഷുപ്തിയിൽ അനുഭവമില്ല. സുഷുപ്തി സ്വയം തന്നെ ആത്മസ്വരൂപമാണ്. അതിനെ നമുക്ക് വേണമെങ്കിൽ അനുഭവസ്വരൂപം എന്ന് പറയാം. നമ്മുടെ ജാഗ്രത വിഷയങ്ങളെ അനുഭവിക്കുന്നത് പോലെ ഇവിടെ ഒന്നിനെയും അനുഭവിക്കുന്നില്ല. അതാണ് തന്റെ വാസ്തവ സ്വരൂപം. അതിനാണ് ഇവിടെ രണ്ടാമതൊന്നുമില്ല, അനുഭവിക്കാനൊന്നുമില്ല, അനുഭവിക്കുന്നവനൊന്നുമില്ല, ഇത്തരത്തിൽ പറയുന്നു. അവിടെ കസ്യചന എന്ന് പറയുന്ന ഒരു ചന അവ്യയമാണ്. അതെന്താണ്? അഭ്യർത്ഥി ജനശബ്ദോയം അഭാവസ്യ അഭിവാരക. അവിടെ ഒന്നുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഷുപ്തിയിൽ എന്തോ ഒരു ഇല്ലായ്മയുണ്ടെന്ന് നമുക്ക് തോന്നും. അപ്പോൾ അത് ഒന്നുകൂടെ ശുദ്ധിയാക്കുകയാണ് ആ പ്രസ്താവന. ശേഷശേഷി തിരോഭാവേ സുഷുപ്തിരിഹ ഭണ്യതേ. സ്വപേ ജഗദ്ഭാവവത് തദാഭാവോപി നിഷിധ്യതേ ഇത്യർത്ഥം. സുഷുപ്തിയിൽ ജഗദ്ഭാവം, ജഗത്ത് ഉണ്ടെന്നുള്ള അവസ്ഥ, തദ് അഭാവം, അതില്ലെന്നുള്ള അവസ്ഥ, രണ്ടും നിഷേധിക്കുകയാണ്. സാറിന് നമ്മൾ പറയാനുണ്ടല്ലോ, പൊതുവായി വേദാന്തികളൊക്കെ പറയും സുഷുപ്തിയിൽ പ്രപഞ്ചമില്ല, അങ്ങനെ പറയും. ഇവിടുന്നവിടെ പ്രപഞ്ചം ഇല്ല എന്നും പറയാൻ പാടില്ല, പ്രപഞ്ചം ഉണ്ടെന്നും പറയാൻ ഒക്കത്തില്ല. അതാണ് നമ്മൾ മുമ്പ് വിശദീകരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത്. ഇവിടെ അത് പറയുന്നു. ഭാവനിഷേധേവി അഭാവവും നിഷേധ്യ തദ്ഭാവേബി സ്വപ അവിരോധ. അങ്ങനെ പറയാം. ഭാവത്തെ നിഷേധിച്ച് ജഗത്തിനെ ഇവിടെ നിഷേധിച്ചു. നിഷേധിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പിന്നെ ജഗത്ത് അവിടെ ഇല്ല എന്ന് പറയേണ്ടി വരും, ഇല്ലായ്മ അംഗീകരിക്കേണ്ടി വരും. ജഗത്തിനെ നിഷേധിച്ചുകൊണ്ട് അതിന് നിഷേധിക്കുന്നതിന്റെ അർത്ഥം തന്നെ അതില്ലെന്നാണല്ലോ. ഇവിടെ പുസ്തകമില്ല എന്ന് പറഞ്ഞാൽ എന്താണോ? പുസ്തകം ഇവിടെ ഇല്ല, മറിച്ച് അതിന്റെ ഇല്ലായ്മ ഇവിടെ ശേഷിക്കുന്നു. പുസ്തകത്തിന്റെ ഒരു തരത്തിലുള്ള ഒരു ശൂന്യത ഇവിടെയുണ്ട്. എന്തിനെങ്കിലും ഒരു സ്ഥലത്ത് നിഷേധിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഇല്ലായ്മ അംഗീകരിക്കേണ്ടി വരും. സുഷുപ്തിയിൽ ജഗത്തില്ലെന്ന് പറഞ്ഞാൽ അതിന്റെ ആ ഇല്ലായ്മ അംഗീകരിക്കേണ്ടി വരും. ഇന്നും അതില്ല. വിശേഷജ്ഞാനാഭാവവും
അതോ അഭാവസ്യാപി സ്വഭയ നിഷേധേന ഭാവി. അതുകൊണ്ട് താല്പര്യം എന്താണ്? ആ സുഷുപ്തിയിൽ വിശേഷജ്ഞാനമില്ല. അവിടെ കേവലമായ സ്വരൂപജ്ഞാനം മാത്രം, അല്ലെങ്കിൽ കേവലമായ ആത്മസത്ത മാത്രം, കേവലമായ സച്ചിദാനന്ദം മാത്രം. എന്തിനെങ്കിലും അറിയുന്ന ഒരു അറിവ് അവിടെ ഇല്ല. ഈ ഭഗവത് വ്യക്തമായി പറയുന്നു. സാറിന് നമ്മൾ പറയാനുണ്ട്, ഉണ്ടെന്നതിന് ശേഷം ഒരു പരാമർശം, ഉറക്കത്തെക്കുറിച്ചുള്ള പരാമർശം എന്താണ്? ഞാനൊന്നും അറിഞ്ഞില്ല, സുഖമായി ഉറങ്ങി എന്ന് പറയുന്നു. അവിടെ എന്തിനെങ്കിലും ഞാൻ അറിഞ്ഞു എന്ന് പറയുന്നില്ല. ഇന്ന ഒരു സാധനത്തെ ഞാൻ അറിഞ്ഞു, വിഷയങ്ങളെ അറിഞ്ഞെന്നോ അജ്ഞാനത്തെ അറിഞ്ഞെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ജ്ഞാനത്തെ അറിഞ്ഞെന്നോ, അന്ന് വിശേഷജ്ഞാന അഭാവമാണ് അവിടെ പറയുന്നത്. എന്തിനെങ്കിലും അറിയുന്ന ഒരു ജ്ഞാനം അത് അവിടെ ഉദിച്ചിട്ടില്ല. അങ്ങനെ ഒരു ജ്ഞാനം ഉദയം ചെയ്തിട്ടില്ല. ജ്ഞാനമില്ലെന്ന് പറഞ്ഞാൽ എൻ്റെ താല്പര്യം അതാണ്. കാരണം അവിടെ ഒന്നിനെ സംബന്ധിച്ച് ഇല്ല എന്ന് പറയാൻ പാടില്ല, എന്നാ ഉണ്ടെന്നും പറയാൻ വയ്യ. ജ്ഞാനമില്ലെന്നങ്ങനെ പറയാൻ പറ്റും? അങ്ങനെ ഒരു ജ്ഞാനം അവിടെ ഉദിച്ചിട്ടില്ലെന്നാണ് എൻ്റെ താല്പര്യം. ജാഗ്രതത്തിൽ അങ്ങനെ ഉള്ള ജ്ഞാനങ്ങളുണ്ട്, വിഷയങ്ങളെ ഗ്രഹിക്കുന്ന ജ്ഞാനങ്ങളുണ്ട്. ആ ജ്ഞാനത്തിന് കാരണം പറഞ്ഞു കർമ്മമാണ്. സുഷുപ്തിയിൽ കർമ്മം ഒടുങ്ങുന്നു, ജ്ഞാനം അവിടെ ഉണ്ടാകുന്നില്ല. അപ്പൊ സുഷുപ്തിയിലെ അനുഭവം എന്ന് നമ്മൾ സാധാരണ പറയുന്നത് വേണ്ടവണ്ണം ആലോചിക്കാതെ പറയുന്നു. സുഷുപ്തിയിൽ അങ്ങനെ ഒരു അനുഭവമേ ഇല്ലെങ്കിൽ പിന്നെ സുഷുപ്തിയുടെ അനുഭവം എന്നങ്ങനെ പറയുന്നു. നമ്മൾ പറയാറുണ്ട് ഉറക്കത്തിലെ അനുഭവം. അനുഭവമില്ലാത്ത സ്ഥിതിയാണ്, കേവലമായ ആത്മസ്ഥിതിയാണ് ഉറക്കം. ഞാനിവിടെയും പറയുന്നു. അതുകൊണ്ട് ഉറക്കത്തിലെ അനുഭവം അങ്ങനെ ഒരു അനുഭവമില്ല. ഒന്നും അറിഞ്ഞില്ലെന്ന് പറയുന്നതോ അത് ഉണർന്നതിന് ശേഷം പറയുന്നതാണ്, ഉറക്കത്തിൽ പറയുന്നതല്ല. അത് ശരിയാണ്. ഉണർന്നതിന് ശേഷം ഉള്ള അനുഭവമാണ് ഒന്നും അറിഞ്ഞില്ല എന്നുള്ളത്. പറച്ചെന്നും അനുഭവം അനുഭവിച്ചാലേ പറയാൻ കഴിയും. ഈ മേശപ്പുറത്തൊന്നും ഇരിപ്പില്ല എന്ന് ഞാൻ പറയുന്നു. പറയണമെങ്കിൽ ഞാനിവിടെ ഇരിക്കണം, അടുത്ത മുറി പോയിരുന്നാൽ എനിക്കിത് പറയാൻ കഴിയും. അപ്പൊ ഇവിടുത്തെ എൻ്റെ അനുഭവമാണ്. ഈ മേശപ്പുറത്തൊന്നുമില്ല, അടുത്ത മുറിയിരിക്കുന്നതാണ്, അത് പറയാൻ കഴിയത്തില്ല. അതുപോലെ ഒന്നും അറിഞ്ഞില്ല എന്നുള്ളത് ജാഗ്രതത്തിലെ അനുഭവമാണ്, ഉറക്കത്തിലെ അനുഭവമല്ല. ഉറക്കത്തിലെ അനുഭവമില്ല. അതുകൊണ്ട് ഇത് ഈ അനുഭവം സ്മൃതിയാണോ അല്ലെങ്കിൽ അനുമീതിയാണോ എന്നൊക്കെ ചോദിക്കുന്നത് മണ്ടത്തരമാണ്. അതായത് ഉറക്കത്തിലൊരു അനുഭവം ഉണ്ടായി, അതിനെ സ്മരിക്കുന്നു. ഉറക്കത്തിലൊരനുഭവം ഉണ്ടായിരുന്നു, അതിനെ അനുമാനിക്കുന്നു എന്നൊക്കെ പറയുന്നത് അസംബന്ധം. ഇവിടെ പറയുന്നത് എന്താണ്? അവിടെ വിശേഷജ്ഞാനം അങ്ങനെയൊന്നും ഉദിച്ചിട്ടേ ഇല്ല. അലകളില്ലാത്ത കടൽ പോലെ അവിടെ ശാന്തമായിരിക്കുന്നു. അതും ജലമയമാണ്, പക്ഷെ അത് ശാന്തമാണ്. ജാഗ്രത സ്വപ്നങ്ങളെന്ന് പറയുന്ന അലകൾ വരുന്നു, അവിടെ വിശേഷ വിജ്ഞാനം.
അലകളെയാണ് പറയുന്നത്. അലകളും ജലമാണ്, അലകളൊന്നുമില്ലെങ്കിലും ജലമാണ്. അതുപോലെ ആ വിശേഷ വിജ്ഞാനരഹിതമായിരിക്കുന്ന ആത്മസ്വരൂപം അത് വിജ്ഞാനസ്വരൂപം തന്നെ. അത് അതിന്റെ വിശേഷത എന്താണ്? അത് സ്വരൂപമാണ്. അതാണ് ശ്രോതാവിന്റെ സ്വരൂപം. ഈ ജാഗ്രത്തിൽ ഇരുന്ന് സ്വസ്വരൂപത്തെക്കുറിച്ച് ചിന്തിക്കുന്നു. അവന് സ്വസ്വരൂപത്തെ, ഈ വിശേഷജ്ഞാനശൂന്യമായിരിക്കുന്ന സ്വസ്വരൂപത്തെ ജാഗ്രതയിൽ അറിയാൻ പറ്റുന്നില്ല. കാരണം ഇവിടെ വിശേഷജ്ഞാനമുണ്ട്. അപ്പോൾ വിശേഷജ്ഞാനശൂന്യമായ സ്വസ്വരൂപം അത് സുഷുപ്തിയിലാണ്, അല്ലെങ്കിൽ അതാണ് സുഷുപ്തി. രണ്ടു രീതിയിലും പറയാം. ഇന്നൊരുവൻ സ്വരൂപത്തെക്കുറിച്ച് ജാഗ്രതയിൽ മനസ്സിലാക്കുന്നു. അപ്പോൾ സ്വരൂപത്തെ ജാഗ്രതയിൽ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് സുഷുപ്തിയിൽ ആ സ്വരൂപത്തെ യഥാർത്ഥമായി കാണിച്ചു തരുന്നത്. കാരണം അത് ഒരു ജ്ഞാനവും ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യാതിരിക്കുന്ന അത് നിന്നാണ് ഈ ജാഗ്രതത്തിലേക്ക് വന്നത്. അതിനെ വിട്ടിട്ടാണ്. അത് കേവല അനുഭവരൂപമാണ്. അതുകൊണ്ട് അതിന് നിഷേധിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ജാഗ്രതയിൽ വന്നതിന് ശേഷം താൻ എവിടെയായിരുന്നു, എങ്ങനെയായിരുന്നു എന്ന് ചിന്തിക്കുന്നു. ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കുന്നു എന്താണ്? അത് വിശേഷജ്ഞാനശൂന്യമായ അവസ്ഥയായിരുന്നു. ആ അവസ്ഥയിൽ നിന്നും ഈ ജാഗ്രത സ്വപ്നങ്ങളാകുന്ന അലകളുണ്ടായിരിക്കുകയാണ്. ഇതൊന്നുമില്ലാത്ത ഒരു പാരമാർത്ഥികമായ സ്ഥിതി തനിക്കുണ്ട്. ആ പാരമാർത്ഥിക സ്ഥിതിയിൽ പ്രകടമാകുന്നതാണ് ഇതെല്ലാം, ഈ അലകളെല്ലാം എന്ന് തന്റെ സ്വരൂപത്തെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ സുഷുപ്തിയെ ഇങ്ങനെ ചിത്രീകരിക്കുന്നത്. സാധാരണ ഒരു വ്യക്തി പറയും, ബോധം എവിടെ സ്ഫുരിക്കുന്നോ അവിടെ പ്രപഞ്ചം ഉണ്ട്. ഉദാഹരണം പറയും, ജാഗ്രത സ്വപ്നം. ജാഗ്രതയിൽ ബോധം സ്ഫുരിക്കുന്നുണ്ട്, അവിടെ പ്രപഞ്ചവും സ്ഫുരിക്കുന്നുണ്ട്, അനുഭവപ്പെടുന്നുണ്ട്. സ്വപ്നത്തിലും അതുപോലെ തന്നെ. പക്ഷെ സുഷുപ്തിയിൽ ബോധസ്ഫുരണമില്ല. അതുകൊണ്ട് പ്രപഞ്ചവും ഇല്ല എന്നല്ല പറയുന്നത്. അവിടെ പ്രപഞ്ച അനുഭവമില്ല എന്ന് പറയുന്നു. പ്രപഞ്ചാനുഭവമാകുന്ന ഒന്നും അവിടെ ഉണ്ടായിട്ടില്ല, ഇല്ലാതാകുകയും ചെയ്തില്ല. അങ്ങനൊന്നും അവിടേക്ക് പോയില്ല, അങ്ങനൊന്നും സംഭവിച്ചില്ല. മറിച്ച് ബോധസ്ഫുരണമില്ലാതുകൊണ്ട് പ്രപഞ്ചം ഇല്ലെന്ന് പറയാൻ പറ്റില്ല. അതിനൂടെ നശിച്ചു ഇല്ല എന്നൊന്നിനെയും പറയാൻ പറ്റില്ല. ജഗത്തുണ്ടെന്നോ ജഗത്തില്ലെന്നോ പറയാൻ പറ്റില്ല. ജഗത്തിനെ സംബന്ധിച്ചല്ല, ഒന്നിനെ സംബന്ധിച്ച് സ്വസ്വരൂപത്തെ തനിക്ക് നിഷേധിക്കാൻ കഴിയില്ല. നാവില്ലെന്ന് പറയാൻ കഴിയാത്ത പോലെ സ്വന്തം ഉണ്മയെ തനിക്ക് നിഷേധിക്കാൻ പറ്റില്ല. സ്വസത്തയെ നിഷേധിക്കാൻ വയ്യ. അതുകൊണ്ട് ആരാ സുപ്തനായിരുന്നു? ഞാൻ തന്നെ. അവിടെ തന്റെ ഉണ്മയെ, തന്റെ സത്തയെ അവിടെ അംഗീകരിക്കേണ്ടി വരുന്നു. അതല്ലാതെ
മറ്റൊന്നിനെ അവിടെ അംഗീകരിക്കാൻ സാധ്യമല്ല എന്നാണ് പറയുന്നത്. ഏതെങ്കിലും ഒരു വസ്തു ഉണ്ടെന്നോ മറ്റേതെങ്കിലും ഒരു വസ്തു ഇല്ലെന്നോ പറയാൻ സാധ്യമല്ല. അതാണ് തന്റെ സ്വരൂപസ്ഥിതി. അത് സുഷുപ്തിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വ്യക്തമാകുന്നു. സുഷുപ്തിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ജാഗ്രതയിൽ വ്യക്തമാകുന്നു എന്നൂടെ ചേർന്നു. ജാഗ്രതയിൽ സ്വരൂപത്തെ വ്യക്തമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് സുഷുപ്തിയെ കുറിച്ചുള്ള ചർച്ച. ഇനി ബോധമില്ലേ, പ്രപഞ്ചമില്ല എന്നുള്ളതിന് വേറെ തരത്തിൽ നമുക്ക് മനസ്സിലാക്കാം. സാമാന്യമായി ബോധമില്ലെങ്കിൽ പ്രപഞ്ചമില്ല, സുഷുപ്തി എന്ന് പറയുന്നത് തെറ്റാണെന്ന് ഇവിടെ പറഞ്ഞു. കാരണം സുഷുപ്തിയിൽ ഒന്നിനെയും ഉണ്ടെന്നോ ഇല്ലെന്നോ വിവരിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ബോധമില്ല, അതുകൊണ്ട് പ്രപഞ്ചമില്ല എന്ന് പറയാൻ സാധ്യമല്ല. മറ്റൊന്ന് പറയാൻ എന്താണോ, ബോധത്തിൽ, ബോധസ്വരൂപത്തിൽ പ്രപഞ്ചമില്ല, അത് പറയാം, അതിന് തെറ്റില്ല. സുഷുപ്തിയിൽ കേവലമായ ആ ബോധസ്വരൂപം, ആത്മസ്വരൂപം, കേവലനായ താൻ മാത്രം, അവിടെ പ്രപഞ്ചമില്ല. അതുകൊണ്ട് ആ തത്വത്തിൽ, ആ തത്വമല്ലാതെ രണ്ടാമതൊന്നില്ല. അത് അദ്വയമാണ്, അദ്വിതീയമാണ്, അദ്വൈതമാണ്. അത് പറയാം. അത് അദ്വൈതമായതുകൊണ്ട് അവിടെ രണ്ടാമതൊന്നില്ല, പ്രപഞ്ചമില്ല എന്ന് പറയാം. പക്ഷെ അങ്ങനെ പറയുമ്പോൾ ഒന്നുകൂടെ മനസ്സിലാക്കണം, ഈ ജാഗ്രതത്തിലും അതില്ലെന്ന് തന്നെ പറയേണ്ടി വരും. ആ അർത്ഥത്തിൽ സുഷുപ്തിയിൽ അദ്വൈതമായിരിക്കുന്ന ആ സത്ത മാത്രം, ആ സത്ത തന്നെയാണ് ജാഗ്രതയിലും ഇരിക്കുന്നത്. അപ്പോൾ ആ സത്തയ്ക്ക് അതിന്റെ സ്വഭാവത്തെ വിടാൻ കഴിയത്തില്ല. ഒരു വസ്തുവിനും അതിന്റെ സ്വഭാവത്തെ വിടാൻ കഴിയില്ല. അതിന്റെ സ്വഭാവം എന്താണ്? അദ്വൈതമായിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ അദ്വൈതത ജാഗ്രതത്തിലുണ്ട്. അപ്പോൾ ജാഗ്രതത്തിൽ സ്വസ്വരൂപത്തെ അദ്വൈതമായി അറിയുന്നതിന് വേണ്ടിയാണ് ഇവിടെ ഈ സുഷുപ്തിയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്. സ്വരൂപത്തിൽ രണ്ടാമതൊന്നില്ല, അങ്ങനെയുള്ള അർത്ഥത്തെ എടുക്കാം. അപ്പോൾ തന്റെ സ്വരൂപത്തിൽ രണ്ടാമതൊന്നില്ല. അല്ലെങ്കിൽ ആ സുഷുപ്തിയിൽ ജാഗ്രതത്തിലെയും സ്വപ്നത്തിലെയും പോലെ, ജാഗ്രതത്തിലും സ്വപ്നത്തിലും ഭാവാഭാവങ്ങൾ നിൽക്കുന്നത് പോലെ ആ സുഷുപ്തിയിൽ ഭാവാഭാവങ്ങളൊന്നും നിൽക്കുന്നില്ല. അത് പരമാർത്ഥം എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി ഒരാൾക്ക് ആ സുഷുപ്തിയെ കടന്നു പോകാൻ ഇടമില്ല. പരമാവധി അതുവരെ ചെല്ലാം. അവിടെ തന്നെ എന്ത് ചെയ്യുന്നു? യഥോ വാചോ നിവർത്തന്തേ, അവിടെ തന്നെ വാക്കും മനസ്സുമെല്ലാം നിവർത്തിക്കുന്നു. ആദ്യം അവിടെ എത്തട്ടെ. എത്തിയിട്ടില്ല പിന്നെ അതിനപ്പുറം ഒരു തുര്യനുണ്ടോ എന്ന് അന്വേഷിക്കേണ്ട കാര്യമുള്ളൂ. അവിടെ തന്നെ എത്തുന്നില്ലല്ലോ വാക്കും മനസ്സും. അവിടെ പരമാവധി പറയാമെന്നുള്ള എന്താണ്? ഞാൻ സുപ്തനായിരുന്നു, ഇതിനെ പറയാം. അതുകൊണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. സുഹൃത്തിൽ ഭാവാഭാവങ്ങളെ പറയാൻ കഴിയത്തില്ല എന്ന് മുമ്പും നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. സുഹൃത്തിയിൽ ഒരു ഇല്ലായ്മയെക്കുറിച്ച് പറയാൻ പറ്റില്ല. പിന്നെ നമുക്ക് ജാഗ്രതയിലിരുന്നുകൊണ്ട് പറയാമെന്നുള്ള ഒന്നും അറിഞ്ഞില്ല, അത് ശരിയാണ്. ഒന്നും അറിഞ്ഞില്ല എന്നുള്ളതാണ് ജാഗ്രതയിലെ അനുഭവം.
അപ്പൊ ഇത് ഇങ്ങനെ അദ്വൈതത്തിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നു. മുമ്പ് എന്നോട് ആരോ ചോദിച്ചിരുന്നു ഇവിടെ ഇങ്ങനെ പുറത്തു. ഇവിടെ പറഞ്ഞിരിക്കുന്നു എനിക്ക് അപ്പോൾ ഓർക്കാൻ കഴിയില്ല. എവിടെ പറഞ്ഞിട്ടുണ്ടെന്നുള്ളതല്ലാതെ ഇന്ന സ്ഥലത്താണെന്ന് കൃത്യമായി പറയാൻ കഴിയുന്നു. ഇപ്പൊ ചോദിച്ചയാൾ ഒരു പക്ഷേ ധരിച്ചിരിക്കുന്നത് ആ പറഞ്ഞത് എൻ്റെ എന്തോ ഒരു ഭാവനയാണ്, അല്ലെങ്കിൽ ഒരു കേവല യുക്തിയാണ്, ഒരു കൽപ്പനയാണെന്നൊക്കെ ധരിച്ചിരിക്കണം. കാരണം ആളിന് സന്തോഷം ഉണ്ടായിരുന്നില്ല. മറുപടിയിൽ ആൾ സന്തുഷ്ടനായി. അതിവിടെയാണെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഇതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞത് സുഷുപ്തിയിൽ അജ്ഞാനമുണ്ടോ ഇല്ലയോ എന്ന് തർക്കിക്കാൻ പോകരുത്. അതൊരു വലിയ തർക്കമാണ്. ഇവിടെ പറയുന്നത് പ്രപഞ്ചത്തെ സംബന്ധിച്ച് പോലും ഉണ്ടെന്നോ ഇല്ലെന്നോ പറയാൻ വയ്യ. ഒരു പക്ഷം നമുക്ക് പിടിക്കാൻ വയ്യ. പിന്നെ എങ്ങനെ അജ്ഞാനത്തെക്കുറിച്ച് പറയുന്നു ഉണ്ടെന്നോ ഇല്ലെന്നോ? ഉണ്ടെന്നോ ഇല്ലെന്നോ ഒന്നും പറയാൻ വയ്യ. എന്താണ് അവിടെ പറയുന്നത്? ഇവിടെ ഭാഷ്യകാരൻ പറയും കേവലമായ അദ്വയമായ സ്വസ്വരൂപം. ഇക്കാര്യം ജാഗ്രതയിൽ മനസ്സിലാക്കുക. കേവലമായ അദ്വൈതമായ സ്വസ്വരൂപം ഇവിടെ അവശേഷിച്ചിരുന്നു. താനതാണോ? ഏതുപോലെ? ആ സുഷുപ്തി പോലെ. അങ്ങനെ മനസ്സിലാക്കുക. സുഷ്ടസുപ്ത സംപ്രസാദം സ്വാഭാവികതോ ഭവതി ചലനമേവ അന്യസംബന്ധ കാലുഷ്യം ഹിത്വ സ്വാഭാവികന പ്രസീതതി. സ്വയം പരിശുദ്ധനായിരിക്കുന്നു. ഇവിടെ ചർച്ച ചെയ്യുന്നതിന് നേരത്തെ പറഞ്ഞു ആത്മാവിന്റെ വ്യതിരിക്തത, അതോടൊപ്പം അതിന്റെ വിശുദ്ധിയും രണ്ടും കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. അത് വിശുദ്ധമാണ്. ഇതുമായിട്ടൊന്നും വാസ്തവത്തിൽ അതിന് യാതൊരു ബന്ധമില്ല. കഥാ സുഷുപ്തോ ബോധ്യപ്പെടണം അവൻ സുഷുപ്തനാകുന്നു. യഥാസ്മിൻ കാലേന കസ്യജന കിഞ്ചന ഹിത്യർത്ഥ വേദവിജാനാദി. അവനൊന്നും അറിയാതിരിക്കുമ്പോൾ സുഷുപ്തനെന്ന് പറയുന്നു. നമ്മൾ സാറിന് പറയുന്നത് ഒരു ക്രിയയായിട്ടാണ്. അവനെന്ത് ചെയ്യുന്നു? ഉറങ്ങുന്നു, ഉണ്ണുന്നു, ഉടുക്കുന്നു, കിടക്കുന്നു, കുടിക്കുന്നു, തിന്നുന്നു എന്നെല്ലാം പറയുന്ന പോലെ ഒരു വ്യാപാരം, ഒരു പ്രവൃത്തിയായിട്ടാണ് ഉറങ്ങുന്നു എന്ന് പറയുന്നത്. അതൊരു പ്രവൃത്തി. അപ്പം അതിനൊരു ക്രിയയായി പ്രവൃത്തിയായി നമ്മളെടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സങ്കല്പം നമ്മുടെ മനസ്സിലിരിക്കുകയാണ്. ഉറക്കം സംബന്ധിച്ചാണെങ്കിൽ ഈ പറഞ്ഞത് കൊണ്ട് യാതൊരു പ്രയോജനമില്ല. ഈ പറയുന്നതും നമ്മുടെ ആ സങ്കല്പമായിട്ട് ഒരിക്കലും പൊരുത്തപ്പെടത്തില്ല. ഈ പറയുന്നത് എന്താണെന്ന് ഒരിക്കലും ഒട്ടും മനസ്സിലാകത്തുമില്ല. അതുകൊണ്ട് അതിന് ഒരു ക്രിയയായിട്ടെടുക്കരുത്. ക്രിയാകാരക ഫലശൂന്യം എന്ന് നേരത്തെ പറഞ്ഞത് അതൊക്കെ ഉദ്ദേശിച്ചിട്ടാണ്. പക്ഷേ വെറും കേവല ശബ്ദാർത്ഥജ്ഞാനമായിട്ട് സുഷുപ്തിയെ മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഉറങ്ങുന്നൊരു ക്രിയയാണ്. അങ്ങനെ എന്തോ ഒരു സംഭവം തന്നെ നടക്കുന്നു, അത്രയേ ഉള്ളൂ അതിനർത്ഥം എന്ന് വരും. ഞാൻ രാമനോ കൃഷ്ണനോ കേശവനോ ഞാനിപ്പോൾ ഉണർന്നിരിക്കുന്നു. ഇതിന് വിപരീതമായ എന്തോ ഒരു സംഭവം അവിടെ എന്നിൽ സംഭവിക്കുന്നു ഗാഢസുഷുപ്തിയിൽ. എന്ന് സാധാരണ മനുഷ്യർക്ക് തോന്നാറുണ്ട്. പക്ഷെ അത് ശരിയല്ല. ഇവിടെ പറഞ്ഞെന്താണ്? അവിടെ കർമ്മം നിവൃത്തമായിരിക്കുന്നു. ഒന്നും സംഭവിക്കുന്നില്ല അവിടെ. ഒന്നും സംഭവിക്കാത്ത സ്ഥാനമാണത്. സംഭവിക്കുന്നതൊക്കെ ഇവിടെയാണ്.
കിഞ്ചനീത്യർത്ഥോ വേദവിജാനാദി ഒന്നും തന്നെ അറിയുന്നില്ല. കസ്യജനവാ ശബ്ദാദിയെ സംബന്ധി വസ്തുത്തരം കിഞ്ചന വേദ ഒന്നും, ഈ ആകാശാദികളൊന്നും തന്നെ. ആകാശാദി സൂക്ഷ്മമാണല്ലോ അതുപോലും. സുപ്തേതു വിശേഷ വിജ്ഞാന അഭാവസ്യ സുഷുപ്തി വിശേഷ വിജ്ഞാനത്തിന്റെ അഭാവമാണ്. അവിടെ ഒരു വിശേഷ വിജ്ഞാനമില്ല, കേവലമായ ആത്മാവ് മാത്രം. ഈ സുഷുപ്തിയെക്കുറിച്ച് ആർക്കും ഒരു തെറ്റിദ്ധാരണയും അറിവില്ലായ്മ ഉണ്ടെങ്കിലും കുഴപ്പമില്ല, അറിഞ്ഞില്ലെന്നേ ഉള്ളൂ. സുഷുപ്തി എന്താണെന്ന് അറിഞ്ഞില്ല, ദോഷമൊന്നുമില്ല. നമ്മളറിയാത്ത എന്തെല്ലാം കാര്യങ്ങളൊക്കെ. പക്ഷെ അവിടെ തെറ്റായ ധാരണ വരാൻ പാടില്ല. സുഷുപ്തിയെ സംബന്ധിച്ചുള്ള തെറ്റിദ്ധാരണ വരാൻ പാടില്ല. സുഷുപ്തിയെ തെറ്റായി ഗ്രഹിക്കാതെ പാടില്ല. അത് സ്വസ്വരൂപം തന്നെ. സ്വസ്വരൂപം യാതൊരു കലർപ്പുമില്ലാതെ നിൽക്കുന്നു. എന്താ, ജാഗ്രതത്തിൽ സ്വസ്വരൂപമല്ലേ? ജാഗ്രതത്തിൽ സ്വസ്വരൂപം തന്നെ, പക്ഷെ അത് കലർന്നു നീക്കുന്നു, അന്യോന്യ അധ്യാസം കൊണ്ട് നിൽക്കുന്നു. സുഷുപ്തിയിൽ അതില്ല. ഇനി ആ സുഷുപ്തിയിൽ എന്ത് സംഭവിക്കുന്നു എന്നടുത്ത് പറയുന്നു. അതേത പ്രസുപ്തോ ഭൂതി, എപ്പോഴാണ് ഉറങ്ങുന്നത്? സുഷുപ്തോ ഭൂതി ഏതാന്ന കസ്യനവിത, ഒന്നും അറിയുന്നില്ല. ഹിതാ നാമനാഢ്യോ ദ്വാസപ്തധി സഹസ്രാണി ഹൃദയ പുരീതം അഭിപ്രതിഷ്ഠന്തേ. ഇനി അതിനെ വിശദീകരിക്കുന്നു. ഇവിടെ നേരത്തെ നമ്മൾ പറഞ്ഞു, അതായത് സുഷുപ്തിയെക്കുറിച്ച് സ്വപ്നദൃഷ്ടിയിൽ കാണാം. തന്റെ സുഷുപ്തിയെ തനിക്ക് തന്നെ ഭാവന ചെയ്ത് അല്ലെങ്കിൽ വിചാരം ചെയ്ത് തനിക്ക് തന്നെ സാക്ഷാത്കരിക്കും. ജാഗ്രത മറിച്ച് പരദൃഷ്ടി ഈ സുഷുപ്തിയെ മനസ്സിലാക്കും. ഇവിടെ കാണിച്ചു കൊടുക്കുന്ന അങ്ങനെയാണ്. ഉറങ്ങിക്കിടക്കുന്നവർക്ക് മുമ്പിൽ മറ്റൊരാൾ കൊണ്ടു നിർത്തിയിട്ട് വിശദീകരിച്ചു കൊടുക്കുക, ഇതാണ് സുഷുപ്തി, ഇവിടെ ഇന്നതൊക്കെയാണ് സംഭവിക്കുന്നത്. അത് മറ്റൊരു രീതി. ആ രീതിയിൽ സുഷുപ്തനെ നോക്കിയിട്ട് പറഞ്ഞാൽ, മറ്റത് അത് ഗ്രഹിച്ചു കഴിഞ്ഞു, ഇന്നതാണ് സ്വസ്വരൂപം, ഇന്നതാണ് സുഷുപ്തി എന്ന് പറയുന്നത് സ്വസ്വരൂപമാണ്, അതിനെ മനസ്സിലാക്കുക. സുഷുപ്തിയെക്കുറിച്ചുള്ള ജ്ഞാനം അത് തന്നെ സ്വരൂപജ്ഞാനം. അത് സംശയരഹിതമായി ബോധിച്ചു കഴിഞ്ഞാൽ അത് തന്നെ ജ്ഞാനം. എന്താ പ്രയോജനം? അവിടെ ആ സ്വസ്വരൂപം നിത്യമുക്തമാണ്. അവന് പിന്നെ തന്നിൽ ബന്ധനത്തെ അനുഭവിക്കാൻ കഴിയത്തില്ല. താൻ നിത്യമുക്തനാണെങ്കിൽ പിന്നെ ബന്ധനം എവിടെ? അവിടെ അജ്ഞാനമോ അജ്ഞാന കാര്യങ്ങളോ ഇല്ല, ഒന്നും തന്നെ ബാധിക്കുന്നില്ല എന്ന് ആത്മദൃഷ്ടിയിൽ അതിനെ ഗ്രഹിക്കാൻ കഴിയും. മറിച്ചാണെങ്കിലോ, പരദൃഷ്ടിയിലാണെങ്കിലോ, അതാണ് അടുത്ത് പറയുന്നത്. ഹിതാ നാമ നാഢ്യോ ദ്വാസപ്തതി സഹസ്രാണി ഹൃദയാത് പുരീതം അഭിപ്രതിഷ്ഠന്തേ. ഹിത എന്നു പേരുള്ള നാഡികൾ ദ്വാസപ്തതി സഹസ്രാണി 72 ഹൃദയത്തിൽ നിന്ന് പുരീതം അഭിപ്രതിഷ്ഠന്തേ, ഹൃദയത്തിൽ നിന്ന് പുരീതത്തിലേക്ക് പുറപ്പെടുന്നു എന്നാണ്.
അന്ന് ഏവന്താവും വിശേഷ വിജ്ഞാനാഭാവ്യ സുഷുപ്തോ ഭവതി ഉക്തം. വിശേഷ വിജ്ഞാനങ്ങളില്ലാതിരിക്കുന്ന അവസ്ഥയാണ് സുഷുപ്തി. കേന പുനഃക്രമേണ സുഷുപ്തോ ഭവതി. എങ്ങനെയാണ് ഒരാൾ സുഷുപ്തനാകുന്നത്? അതിന് വിശദീകരിക്കുന്നു. ഹിത നാമ ഹിത ഇത്യവം നാമനു നാഢ്യഃ സ്ഥിരാഃ. ഹിത എന്ന് പറയുന്ന നാഡികൾ. ഹിത എന്ന് പറയുന്നത് എന്താണോ? ഈ ജീവന് ഹിതകരമായ ഇതിനെ കൊടുക്കുന്നു. ജീവന് ഹിതകരമായിരിക്കുന്ന എന്താണ്? സുഷുപ്തി. സുഷുപ്തിയേക്കാൾ പ്രിയമുള്ളത്, ഹിതമുള്ളത് ജീവനില്ല. അന്നപാനാദികൾ ഉപേക്ഷിക്കാം. ഒരു ദിവസം, 2 ദിവസം, 3 ദിവസമൊക്കെ ഉപേക്ഷിച്ചിരിക്കാം. അതാണ് ഏറ്റവും ഹിതമായിരിക്കുന്നത്. ജാഗരണത്തിലിരിക്കാൻ നോക്കിയാലോ, ഒരു ദിവസം 2, 3 വരുമ്പോൾ പിന്നെ അത് കഴിയത്തില്ല, സുഷുപ്തനായിപ്പോകും. അല്ലെങ്കിൽ ഈ കർണങ്ങൾ, ഉപകരണങ്ങളെല്ലാം തകർന്ന് നാശമാവും, ബുദ്ധിയും മനസ്സുമെല്ലാം കെട്ടുപോകും. പിന്നെ അത് നോർമലാകത്തില്ല, സാധാരണഗതിയിലേക്ക് വരാൻ കഴിയാതായിരിക്കും. ആത്മാവിനെ ഇതൊന്നും ബാധിക്കുന്നില്ല, സ്വസ്വരൂപ സദാ സുഷുപ്തൻ തന്നെ. പക്ഷെ ജീവന്റെ ഈ പോക്ക് വരവിന് തടയിട്ട് കഴിഞ്ഞാൽ ആകെ പ്രശ്നമാകും. ഈ യന്ത്രത്തിന്റെ നട്ടും ബോട്ടും എല്ലാം പോയി ഇത് തകരാറിലാവും. അതുകൊണ്ട് ഈ ഉറക്കത്തിന് സഹായിക്കുന്ന ഈ നാഡികൾ ഹിത ആണ്. ശിരദേഹസ്യ അന്നരസ വിപരിണാമഭൂത. അന്നരസം, അതിൽ നിന്ന് പരിണമിച്ചുണ്ടാകുന്നതാണ് നാഡികൾ. അത് കുറച്ച് ആയുർവേദവും കുറച്ച് യോഗവും ആ വിഷയങ്ങളെല്ലാം ഇവിടെ പറയുന്നത്. തദ്വാ സപ്തതി സഹസ്രാണി. അങ്ങനെയുള്ള നാഡികൾ 72,000 ഉണ്ടെന്നാണ്. എന്താ 71,999 എന്താ കുഴപ്പം? കൃത്യമായി 72,000 എന്ന് എങ്ങനെ ഈ നാഡികളെ മുഴുവൻ ഇരുന്ന് ഓരോന്നായിട്ട് എണ്ണി നോക്കി. അതിൽ തന്നെ വലുതും ചെറുതുമൊക്കെയുണ്ട്. സ്ഥിരയെ കുറിച്ചൊക്കെ പറയും. കണ്ണിൽപ്പെടാത്തതുകൊണ്ട് എണ്ണാൻ. അപ്പോൾ ഇവിടെ പറയുന്നത് ഇതൊരു മധ്യസംഖ്യ ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ്. ഇതിൽ കൃത്യമായി നാഡിയുടെ സംഖ്യ പറയുകയാണ്. ഇങ്ങനെ യോഗശാസ്ത്രത്തിലും മറ്റും പറയുന്നുണ്ട്. അത് കൂടിയോ കുറഞ്ഞോ ഒക്കെ വരാം. ഒന്ന് കുറഞ്ഞാലും കൂടിയാലും ഒന്നും കുഴപ്പമില്ല. ചിലർക്ക് ചിലപ്പോൾ 2 നാഡി കുറവായിരിക്കും, സാരമില്ല, അതിന് പ്രയാസപ്പെടേണ്ട കാര്യമില്ല. ദ്വാസപ്തതി സഹസ്രാണി ദേ സഹസ്രേ അധികേ സപ്തതിശ്ച സഹസ്രാണി ദ്വാസപ്തതി സഹസ്രാണി. ഹൃദയാത് ഹൃദയം നാമ മാംസപിണ്ഡഃ. ഹൃദയം എന്ന് പറയുന്നത് ഇവിടെ മാംസപിണ്ഡത്തിന്, അതായത് ഹൃദയത്തിന് മനസ്സെന്നുള്ള അർത്ഥമുണ്ട്. ഇവിടെ അതെടുക്കണ്ട, സന്ദർഭം അനുസരിച്ച് അർത്ഥം എടുത്തുകൊണ്ട് ഇവിടെ മാംസപിണ്ഡം. ശരീര മധ്യത്തിലിരിക്കുന്ന ആ മാംസപിണ്ഡം തന്നെ ഹാർട്ട്. തസ്മാത് മാംസപിണ്ഡാ പുണ്ടരീകാകാര. താമരമുട്ടിന്റെ ആകൃതിയിലുള്ള ആ മാംസപിണ്ഡത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ഈ നാഡികൾ പുറപ്പെടുന്നു. പുരീതതം ഹൃദയ പരിവേഷ്ടനം ആചക്ഷതേ. ഈ ഹൃദയത്തിന് പൊതിഞ്ഞിരിക്കുന്ന ഒരു കവറുണ്ട്. ഹൃദയം ഒരു യന്ത്രമാണല്ലോ, ഒരു ഉപകരണമാണല്ലോ, അതിനൊരു കവറുണ്ട്. ഹൃദയ പരിവേഷ്ടനം എന്ന് പറയുന്നു. പക്ഷേ ഇവിടെ പുരീതതം എന്ന് പറയുന്നത് സാധാരണ അങ്ങനെ പറയും. പുരീതതം അർത്ഥം കൊണ്ട്
പറയുകയാണ്. പുരി എന്ന് പറഞ്ഞ സാധാരണ നഗരം, തത്വം എന്ന് വെച്ചാൽ അതിൽ വ്യാപിച്ചിരിക്കുന്നത്. ഈ ഹൃദയം എന്ന് പറയുന്ന ഒരു കൊച്ചു നഗരമാണ്, അതിലിങ്ങനെ മുഴുവൻ പൊതിഞ്ഞ് വ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന്റെ പൊതിഞ്ഞിരിക്കുന്ന ചർമ്മം, അതിനെ പുരീതത്വം എന്ന് പറയും. ഭാഷ്യകാരൻ പറയുന്നു അത്രയും പറഞ്ഞ പോലെ തദുപലക്ഷിതം ശരീരമിക പുരീത ശബ്ദേന അഭിപ്രേതം. ഈ ശരീരം തന്നെ ഒരു പുരിയാണല്ലോ, പുരം എന്ന് പറയുന്നത്. അപ്പൊ അതിൽ മൊത്തം വ്യാപിച്ചിരിക്കുന്നത്. അപ്പൊ മൊത്ത ശരീരത്തെ എടുക്കാം. അപ്പൊ പുരി തതം എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ ശരീരം മൊത്തം എടുക്കാവുന്നതാണ്. ശരീരമിഹ പുരീത ശബ്ദേനപ്രീതം പുരീതം അഭിപ്രതിഷ്ഠന്തേ. ഈ ശരീരത്തിൽ മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന സിരകൾ. ഇത് ശരീരം കൃഷ്ണം വ്യാപ്നുവത്യോ അശ്വത്ഥ പർണരാജയ ഇവ പറയുന്നു. ആലിന്റെ ഇല വെള്ളത്തിനും മറ്റും കിടന്ന് അഴുകിക്കഴിഞ്ഞ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിലിങ്ങനെ അതിന്റെ സിരകൾ നിറയെ വ്യാപിച്ചിരിക്കുന്നതാണ്. അതിന്റെ പച്ച നിറം പോയി കഴിഞ്ഞാൽ വെളുത്ത സിരകൾ. അതാണ് അശ്വത്ഥ പർണരാജ. അതുപോലെ ഈ ശരീരം വ്യാപ്തമാണ് ഈ സിരകളെ കൊണ്ട്. ബഹിർമുഖ്യ പ്രവൃത്ത, അത് ഈ ഹൃദയത്തിൽ നിന്ന് ഈ സിരകളിങ്ങനെ പുറപ്പെട്ട് ശരീരത്തിന്റെ 4 ഭാഗത്തേക്ക് ബഹിർമുഖമായി എന്ന് പറയുന്നതാണ്. അത് വ്യാപിച്ചിരിക്കുന്നു. ആ നാഭിസ്തത കണ്ഠ ഹൃദയം മധ്യതസ്ഥിതം. നാഭിയിൽ നിന്നും കണ്ഠത്തിൽ നിന്നും ഒത്തനടത്ത് ഹൃദയം ഇരിക്കുന്നു. സനാളം, അതിന് സുഷിരങ്ങളുണ്ട്. പത്മകോശാഭം, താമരമുട്ട് പോലെ വളരെ മനോഹരമാണ്, ചുവന്നാണ്ടോ ഇരിക്കുന്നു, രക്തമെല്ലാം വന്നിട്ട്. പഞ്ചഛിദ്രം, ഇതിൽ 5 മെയിൻ ദ്വാരങ്ങളുണ്ടെന്നാണ്. അത് ഹൃദയം ഉള്ളവർ പരിശോധിച്ച് നോക്കുക, ഞാൻ നോക്കിയിട്ടില്ല. പഞ്ചഛിദ്രം, അധോമുഖം, താഴോട്ടാണ്, അതിന്റെ താഴോട്ട് കുമ്പിയിരിക്കുന്നതാണ് എന്ന് പറയുന്നു. നമുക്കിന് ഹൃദയത്തെക്കുറിച്ചുള്ള അറിവ്. എന്തായാലും അതിൽ നിന്ന് ഈ നാഡികൾ ശരീരം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് നമുക്കെന്നും അറിയാം. കാരണം രക്തം, രക്തചംക്രമണം, അത് ഹൃദയത്തിൽ നിന്ന് പുറത്തേക്ക് പോവുകയും തിരിച്ചവിടേക്ക് വരികയും, ശുദ്ധരക്തം പോകുന്നു, അശുദ്ധരക്തം വരുന്നു എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത്രമാത്രം സയൻസൊക്കെ ശരി തന്നെ. ഇവിടെ പറയുന്നത് ഈ നാഡികളിങ്ങനെ ബാഹ്യമായി ശരീരം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നു. ഇവിടെ പറഞ്ഞു വരുന്ന സുഷുപ്തിയെക്കുറിച്ചാണ്. ആത്മദൃഷ്ടി പരദൃഷ്ടി എന്നുള്ള ഭേദത്തിൽ മനസ്സിലാക്കും. താൻ ഉറങ്ങി കിടക്കുമ്പോൾ തനിക്ക് ഹൃദയവുമില്ല, ശരീരവുമില്ല, നാഡിയുമില്ല, രക്തവുമില്ല, ഒന്നുമില്ല. അല്ലെങ്കിൽ ഉണ്ടെന്നോ ഇല്ലെന്നോ ഒന്നും പറയാൻ വയ്യ. ഉണർന്നു കഴിഞ്ഞ് വല്ലതും പറഞ്ഞാൽ ഇത്രയും പറയാം, ഒന്നും അറിഞ്ഞില്ല. അതുകൊണ്ട് തന്റെ സുഷുപ്തിയെക്കുറിച്ചല്ല പറയുന്നത്. നമ്മൾ ധരിക്കുന്നുണ്ടല്ലോ, ഉറങ്ങുന്നു, അതൊരു പ്രവൃത്തിയാണ്, ഒരാളെ പ്രവൃത്തി ചെയ്യുന്നു, ഉറങ്ങുക എന്ന് പറയുന്നൊരു ക്രിയയാണ് എന്നൊക്കെ നമുക്ക് തോന്നുന്ന ഉറക്കം, മറ്റുള്ളവന് കാണുന്ന ഉറക്കം, അതിനെക്കുറിച്ച് പറയുകയാണ്. തത്ര ബുദ്ധേ അന്ധകരണസ്യ ഹൃദയം സ്ഥാനം. ഇവിടെ ബുദ്ധി അല്ലെങ്കിൽ അന്ധകരണം എന്ന് പറയുന്നതിന്റെ സ്ഥാനം ഹൃദയത്തിലാണ്.
ഇരിപ്പിടം ഹൃദയമാണ് എന്നാണ്. ഇതിന് അഭിപ്രായ വ്യത്യാസമുണ്ട്. കാരണം ബുദ്ധി പ്രവർത്തിക്കുന്നത് തലയിലാണെന്നാണ് നമ്മൾ ധരിച്ചിരിക്കുന്നത്. അവിടെയാണ് ബുദ്ധി ഉള്ളത്. ബുദ്ധിയില്ലാത്തവൻ മണ്ട ഇല്ലാത്തവൻ മരമണ്ടൻ എന്നൊക്കെ പറയും. പിന്നെ തലയിൽ കളിമണ്ണാണെന്ന് പറയും. ഇതൊക്കെ നമ്മൾ എന്താണ് ബുദ്ധിയുടെ സ്ഥാനം തല എന്ന് കണക്കിലായിക്കൊണ്ടാണ്. അങ്ങനെ പറയുന്നതിനുള്ള അടിസ്ഥാനം നമ്മുടെ ബ്രെയിൻ തലച്ചോറെന്ന് പറഞ്ഞാൽ ചിലർക്ക് സംശയം വരും. എന്നോട് കഴിഞ്ഞ ദിവസം ഒരാൾ ചോദിച്ചു, അത് വെന്ത ചോറാണോ അതോ വേകാത്ത ചോറാണോ? മലയാളം നല്ല പിടിയില്ലാത്ത ഒരാൾ ചോദിച്ചു. അതുകൊണ്ടാണ് ഞാൻ ബ്രെയിൻ എന്ന് പറഞ്ഞത്. ഇതിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനം കൊണ്ട് ഈ ബുദ്ധി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാകുന്നു എന്ന് കരുതുന്നവരുണ്ട്. ആധുനികരായ വൈദ്യശാസ്ത്രം മറ്റും പഠിക്കുന്നവരും മറ്റങ്ങനെ പറയുന്നുണ്ട്. ബുദ്ധി എന്ന് പറയുന്ന ഒരു ഉത്പന്നമാണ് തലച്ചോറിന്റെ എന്നാ പറയുന്നത്. അവിടെ ചില രാസപ്രവർത്തനങ്ങൾ നടന്നാൽ ബുദ്ധി ഉണ്ടാകും. അതില്ലെങ്കിൽ ബുദ്ധിയില്ല. അതിനവർ പറയുന്നുണ്ട്, തലച്ചോറിന് എന്തെങ്കിലും കേടുപറ്റിക്കഴിഞ്ഞാൽ പിന്നെ ബുദ്ധി ശരിക്കും പ്രവർത്തിക്കുന്നില്ല. തലച്ചോറിൽ ചില മരുന്നുകളൊക്കെ പ്രയോഗിച്ചു കഴിഞ്ഞാൽ ബുദ്ധി പ്രവർത്തിക്കില്ല, മനുഷ്യനെ മയക്കാം. അതിന് പല യുക്തികളുമുണ്ട്. അതുകൊണ്ട് ബുദ്ധിയുടെ സ്ഥാനം തലച്ചോറ് തന്നെ എന്ന് പറയുന്നു. ആധ്യാത്മികമായ അർത്ഥത്തിൽ അങ്ങനെയല്ല. ആധ്യാത്മികമായി ബുദ്ധി എന്ന് പറയുന്നത് ഒരു തത്വമാണ്. ആത്മാവ് ഒരു തത്വം എന്ന് പറഞ്ഞതുപോലെ ബുദ്ധി ഒരു തത്വമാണ്, പ്രാണൻ ഒരു തത്വമാണ്. അത് ഈ തലച്ചോറിൽ ഉണ്ടാകുന്നതല്ല, അതവിടെ പ്രകടമാകുന്നതാണ്. അതിന്റെ ആവിർഭാവത്തിലുള്ള ഒരു സ്ഥാനമാണ് അത് തലച്ചോറെന്ന് പറയുന്നു. അത് അവിടെ ആവിർഭവിക്കുന്നത് കൊണ്ട് അവിടെ ഉണ്ടായി നമ്മൾ ധരിക്കുകയാണ്. അത് പ്രകടമാകുന്നതിനൊരു സ്ഥാനമാണ്. വാസ്തവത്തിലത് ബുദ്ധി സർവവ്യാപിയാണ്. ചിത്താകാശം എന്നാ പറയുന്നു. ആകാശത്തെക്കാൾ വ്യാപകമാണത്. എങ്ങനെയാണോ സർവവ്യാപകമായിരിക്കുന്ന അഗ്നി, അത് പഞ്ചഭൂതങ്ങളിലൊന്നാണ്. അത് ചില സ്ഥലങ്ങളിൽ അത് പ്രകടമാകും. അതിനെ പറ്റിയ സ്ഥലത്ത് ഇന്ധനങ്ങളിൽ മറ്റും പ്രകടമാകും. ഇന്ധനത്തിൽ അഗ്നി പ്രകടമാകുന്നതുകൊണ്ട് ഉഷ്ണവും പ്രകാശവും അവിടെ പ്രകടമാകുന്നതുകൊണ്ട് മാത്രം അത് അതിന്റെ ഒരു ഉൽപ്പന്നം എന്ന് പറയാൻ പറ്റും. ഇല്ല, ഈ ഭൗതിക ശാസ്ത്രജ്ഞന്മാർ ആ വഴിക്ക് ചിന്തിക്കുന്നില്ല. ചിന്തിക്കുന്നവരും കണ്ടേക്കാം. അപ്പോൾ ഇതൊരു പ്രകടമായ അവസ്ഥയാണ് ബുദ്ധിയുടെ. അത് കൊണ്ടാണ് ഇവിടെ സൂക്ഷ്മ ശരീരം എന്ന് പറയുന്നൊരു തത്വത്തെ ഇവിടെ സ്വീകരിക്കുന്നത്. സൂക്ഷ്മ ശരീരമാകുന്ന ഉപാധിയിലൂടെ സ്ഥൂല ശരീരം, ആ സ്ഥൂല ശരീരത്തിൽ വരുന്നതാണ് ഇവരീ പറയുന്ന കോശങ്ങളും രാസപ്രവർത്തനവും ഊർജവിശേഷവുമല്ല. സൂക്ഷ്മ ശരീരമാകുന്ന ഉപാധിയിലൂടെ ഇത് സ്ഥൂലത്തിലൂടെ പ്രകടമാകുന്നു. അത് സർവ്വവ്യാപകമാണ്, പക്ഷെ യോഗ്യമായ സ്ഥലത്ത് പ്രകടമാകുന്നു.
അപ്പോൾ അത് തലച്ചോറിലൂടെ ആ ബോധം പ്രകടമാകുന്നു. പ്രകടമായില്ലെങ്കിൽ ഇല്ല എന്നതിനർത്ഥമില്ല. ഈ മേശയിൽ നിന്ന് ഇപ്പോൾ അഗ്നി പ്രകടമാകുന്നില്ല. തീപ്പെട്ടി ഉരച്ചു വെച്ചാൽ പ്രകടമാകും. ഇല്ലാത്തതുകൊണ്ട് ഇവിടെ അഗ്നി ഇല്ലെന്ന് പറയാൻ പറ്റില്ല. അതിവിടെ ഉണ്ട്. തീപ്പെട്ടിയും വേണ്ട, ഘർഷണം എന്ന് പറയുന്ന ഒരു നിമിത്തം മതി, ഒന്ന് ഉരസിയാണ് ശക്തമായിട്ടുടനെ അത് പ്രകടമാകും. അതിതിന്റെ ഉത്പന്നമാണോ? അല്ല, നിമിത്തങ്ങൾ ആണ് അത് പ്രകടമാകുന്നത്. അതുപോലെ ശരി, അങ്ങനെ പ്രകടമാകുന്ന ഈ ബുദ്ധി, ചിത്തം, അത് കേവലം അവിടെ മാത്രമല്ല, ശരീരം വ്യാപിച്ചിരിക്കുന്നു. ശരീരത്തിൽ മൊത്തമുണ്ട്. ശരീരത്തിൽ മൊത്തമുണ്ടെങ്കിൽ അത് ഹൃദയത്തിലുമുണ്ട്. അത് ഈ സ്ഥൂല ശരീരത്തിലെ സൂക്ഷ്മമായ ഭാഗങ്ങൾ, സ്ഥൂല ശരീരത്തിലെ സൂക്ഷ്മമായ ഭാഗങ്ങളെല്ലാം സ്ഥൂല ശരീരത്തിന്റെ ഭാഗമാണ്. അത് ബ്രെയിൻ എന്ന് പറഞ്ഞാലും ഹാർട്ട് എന്ന് പറഞ്ഞാലും അല്ല. അതായത് ശരീരത്തെ, പ്രാണനെ നിലനിർത്തുന്നതിന് സഹായിക്കുന്ന മുഖ്യമായ ഭാഗം. കൈയില്ലെങ്കിലും കാലില്ലെങ്കിലും ഒക്കെ നിലനിൽക്കും പ്രാണൻ. പക്ഷെ തലയില്ലെങ്കിലോ ഹൃദയമില്ലെങ്കിലോ നിലനിൽക്കത്തില്ല. അപ്പോൾ ശരീരത്തിൽ പ്രാണനെ നിലനിർത്തുന്ന ആ സ്ഥൂല ശരീരത്തിലെ പ്രധാന ഭാഗങ്ങളിൽ ഇത് കൂടുതൽ അഭിവ്യക്തമായിരിക്കുന്നു. അതിനെ നിലനിർത്തണ്ടേ? ഹൃദയം എടുത്തു നിന്നു കഴിഞ്ഞാൽ പ്രാണൻ പോയി. തലച്ചോറ് പ്രവർത്തിക്കാതിരുന്നാൽ പ്രാണൻ പോയി. അപ്പൊ ഇതൊക്കെ എന്താണ്? പ്രാണനെ ശരീരത്തിൽ നിലനിർത്തുന്ന മുഖ്യമായ ഭാഗങ്ങളാണ്. അവിടെയെല്ലാം ഈ അന്ധകരണത്തിന്റെ പ്രാണനെ അവിടെ സംയോജിപ്പിക്കുന്നതിന് അന്ധകരണത്തിന്റെ പ്രവർത്തനം കൂടുതൽ ആവശ്യമാണ്. അതുകൊണ്ടത് എന്റെ സ്ഥാനം അത് അഭിവ്യക്തമാകുന്നത് പ്രധാനമായിട്ട് തലച്ചോറിലാണ്, അതുപോലെ പ്രധാനമായിട്ട് ഹൃദയത്തിലാണ്, അതുപോലെ ശരീരത്തിലുള്ള സൂക്ഷ്മമായ കോശങ്ങളിൽ എവിടെയൊക്കെ പ്രാണനെ നിലനിർത്തണമോ അവിടെയൊക്കെ. അതുകൊണ്ട് ബുദ്ധിയുടെ സ്ഥാനം ഹൃദയവുമാണ്. ആധ്യാത്മികം, ഇത് ഭൗതികമായി ചിന്തിക്കുന്നു, ആധ്യാത്മികമായതല്ല. ബുദ്ധിയുടെ സ്ഥാനം ഹൃദയം എന്ന് പറയുന്നത് ഉപാസനയ്ക്ക് വേണ്ടിയിട്ടാണ്. ഹൃദയത്തിൽ ബുദ്ധിയുടെ സഹായത്തോടുകൂടി ഉപാസിക്കും. അത് ഉപാസന സമ്പ്രദായം പലതരത്തിൽ ഉള്ള ഉപാസനകളിൽ ഹൃദയത്തിന് സ്ഥാനമുണ്ട്. യോഗത്തിനും തന്ത്രത്തിനും മന്ത്രത്തിനും എല്ലാം ഈ ഹൃദയത്തിന് സ്ഥാനമുണ്ട്. അതുകൊണ്ടും അതിന്റെ സ്ഥാനം ആണെന്ന് പറയുന്നു. നമുക്കും അറിയാം, മനപ്രയാസം വന്നാൽ നെഞ്ചുവേദന വരും, ഹാർട്ട് അറ്റാക്ക് വരും. അപ്പൊ എന്തോ മനസ്സിന് അവിടുമായിട്ടൊരു ബന്ധമുണ്ട്. അതിതാണ് പ്രാണനെ ശരീരത്തിൽ ബന്ധിപ്പിക്കുന്നതിന് സഹായിയായി നിൽക്കുന്നത് അന്ധകരണമാണ്. ആ നിലയ്ക്ക് അങ്ങനെയുള്ള ബുദ്ധി എന്നുവെച്ചാൽ ബുദ്ധിതത്വം, സർവവ്യാപകമായിരിക്കുന്ന ബുദ്ധിതത്വം ഈ വ്യക്തി ശരീരത്തിൽ അങ്ങനെ ഹൃദയത്തിലൂടെ പ്രകടമാകുമ്പോൾ അതെന്ത് ചെയ്യുന്നു? ബുദ്ധിതന്ത്രാണി ചൈതരാണി ബാഹ്യാനി കർണാനി. ആ ബുദ്ധിക്ക് അധീനമാണ് മറ്റ് കർണങ്ങൾ, ജ്ഞാനേന്ദ്രിയങ്ങൾ. അതിനാണ് പറയുന്നത് കർണങ്ങളെന്ന്. അത് മനസ്സിന് അധീനമാണ്, അത് നമുക്കറിയാവുന്ന കാര്യമാണ്.
തേന ബുദ്ധി കർമ്മവശാത് ശ്രോത്രാദീനി താഭി നാളിഭി മത്സ്യജാലവത് കർണശഷ്കുല്യാദി സ്ഥാനേഭ്യ പ്രസാരയതി. ഈ ബുദ്ധി, സർവവ്യാപകമായിരിക്കുന്ന ബുദ്ധി ഒരു ജീവന്റെ ശരീരത്തിൽ ഹൃദയസ്ഥാനത്തിരുന്നുകൊണ്ട് കർമ്മവശ, ആ ജീവനെ നിലനിർത്തുന്ന കർമ്മം, ആ ജീവനെ ഈ ശരീരത്തിൽ ബന്ധിപ്പിക്കുന്ന കർമ്മം, ആ ജീവനെ കൊണ്ട് സുഖദുഃഖ ഭോഗങ്ങളെ അനുഭവിപ്പിക്കുന്ന കർമ്മം, ആ ജീവന് ഈ ശരീരം കൊടുക്കുകയും ഈ ശരീരത്തെ ഇല്ലാതാക്കുകയും ചെയ്യുന്ന കർമ്മം. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ആ കർമ്മം കൊണ്ട് ശ്രോത്രാദീനി, ഈ കർണങ്ങളിലൂടെ, അതെങ്ങനെ? താഭി നാഡീഭി, ആ നാഡികളിലൂടെ ഇതിന് സഞ്ചരിക്കാനൊരിടം വേണം. ശരീരത്തിൽ വ്യാപിക്കുന്നതിന് ഒരിടം വേണം. അതാണ് ഈ നാഡികൾ ശരീരത്തിൽ വ്യാപിച്ചിരിക്കുന്നത്. മൃതശരീരത്തിൽ നുള്ളിയാൽ നോവുന്നില്ലല്ലോ ആർക്കും. എന്തുകൊണ്ടാ? അവിടെ അത് വ്യാപിച്ചിട്ടില്ല. എങ്ങനെയാണോ ഈ നാഡികളിൽ പ്രാണൻ വ്യാപിച്ചിരിക്കുന്നത്, അതുപോലെ ഈ ബുദ്ധിയും വ്യാപിച്ചിരിക്കുന്നു. നമ്മളതുകൊണ്ട് പറയും ശരീരത്തിന്റെ സംവേദനം അത് ഏത് ഭാഗത്തുമുണ്ട്. ശരീരത്തിൽ ജീവനുള്ള ഭാഗത്തെല്ലാം ഉണ്ടാകും. അവിടെയെല്ലാം ഈ പ്രാണനും ഒപ്പം ഈ മനസ്സും വ്യാപിച്ചിരിക്കുന്നു. താപി നാഡീഭി മത്സ്യജാലവ, മീൻ പിടിക്കുന്ന വല പോലെ എന്ന് പറയും. അതിങ്ങനെ വളരെ വിസ്തൃതമായി വ്യാപിച്ചിരിക്കുന്നു. അത് പ്രത്യേകത എന്താണ്? അതിങ്ങനെ പ്രസരിച്ച് ജലത്തിൽ അത് വ്യാപിച്ചിട്ട് അതിനുള്ള മത്സ്യങ്ങളെ അത് ഉൾക്കൊള്ളുന്നു. അതുപോലെ ഈ ബുദ്ധി ഈ ശരീരത്തിൽ വ്യാപിച്ച് അതിലൂടെ പുറമേക്കും വ്യാപിച്ച് വിഷയങ്ങളെ ഉൾക്കൊള്ളുന്നു. വല മത്സ്യത്തെ പിടിക്കുന്നു. അതാണ് ആ ഉദാഹരണം പറഞ്ഞിരിക്കുന്നത്. മത്സ്യത്തിന് അതിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റത്തില്ല. അത് കെട്ടുപോയാൽ തീർന്നു, പുറത്തു ചാടാൻ കഴിയില്ല. അതുപോലെ വിഷയങ്ങളും അങ്ങനെയാണ്. ഈ ബുദ്ധിയിൽ പെട്ടുപോയാൽ പിന്നെ അതിന് പുറത്തു ചാടാൻ കഴിയത്തില്ല. കർണശുഷ്കുല്യാദിസ്ഥാനേഭ്യ, ചെവി, കണ്ണ്, മൂക്ക് എന്ന ഈ സ്ഥൂല ശരീരത്തിലെ ഈ സ്ഥാനങ്ങളിലൂടെ പ്രസാരേതി. വല എങ്ങനെയാണ് സമുദ്രത്തിൽ പരക്കുന്നത്, അതുപോലെ ഈ ബുദ്ധി ഈ സ്ഥാനങ്ങളിലൂടെ ബാഹ്യവിഷയങ്ങളിലേക്ക് പരക്കുന്നു. എന്നുവെച്ചാൽ ബാഹ്യവിഷയങ്ങളെ ഗ്രഹിക്കുന്നു എന്നർത്ഥം. പരക്കുക എന്ന് പറഞ്ഞു. ബാഹ്യവിഷയങ്ങളും ഈ ബുദ്ധിയുമായിട്ടൊരു ബന്ധമുണ്ടാകുന്നു. ഈ പുസ്തകത്തെ ഞാൻ അറിയുമ്പോൾ എൻ്റെ ഉള്ളിലിരിക്കുന്ന ചൈതന്യത്തിന് ഈ പുസ്തകവുമായിട്ടൊരു ബന്ധം വന്നില്ലെങ്കിൽ അറിയാൻ പറ്റത്തില്ല. അതാണ് ചത്തുപോയാൽ അറിയാത്തത്. അവിടെ ചൈതന്യ ബന്ധം വിഷയവുമായിട്ടില്ല. അവിടെ ഇരിപ്പുണ്ടല്ലോ കണ്ണും മൂക്കും ചെവിയും ശരീരവും എല്ലാം. എന്താ അറിയാത്തത്? എന്താ ഉള്ളിലിരിക്കുന്ന ബുദ്ധി പുറത്തു വരും. ഏതു വഴിയാ വരുന്നത്? ബുദ്ധി ഉള്ളിലല്ല ഇരിക്കുന്നത്, സർവ്വവ്യാപകമാണത്. അല്ല, ഉള്ളിലിരിക്കുന്ന സാധനമല്ല. അതൊന്ന് പ്രകാശിക്കാൻ നേരത്തെ അഗ്നിയുടെ ഉദാഹരണം പറഞ്ഞു. ഈ ശരീരത്തെ സ്വീകരിച്ചതേ ഉള്ളൂ, ചിത്തം. അതുകൊണ്ടത് ജീവന് പരിമിതികളുണ്ട്. വാസ്തവത്തിൽ സർവവ്യാപകമായിരിക്കുന്ന ചിത്തത്തെ പരിമിതപ്പെടുത്തി കളയുന്ന ഒന്നാണ് ഈ ശരീരവും ഈ ശരീരത്തിലെ അവയവങ്ങളും, തലച്ചോറും ഹൃദയവുമല്ല.
സർവ്വവ്യാപകമായിരിക്കുന്ന അഗ്നിയെ ഒരു തിരി ചെറിയൊരു തീനാളമാക്കി പരിമിതപ്പെടുത്തുന്നത് പോലെ. ചിലർ പറയും, അദ്വൈതികൾ പറയുന്നു ബുദ്ധി പുറത്തേക്ക് പോകുന്നു, അതൊക്കെ അസംബന്ധമാണ് എന്ന് പറയും. അത് അസംബന്ധമാണെന്ന് ചിന്തിച്ചു നോക്കുക. അത് ഒരു ബന്ധം അവിടെ ഉണ്ടാകുന്നു ആ വിഷയവുമായിട്ട്. കണ്ണുകൊണ്ട് കാണുമ്പോൾ, ചെവി കൊണ്ട് കേൾക്കുമ്പോൾ എല്ലാം ആ വിഷയങ്ങളെ ആ ബുദ്ധി ഉൾക്കൊള്ളുന്നു, ഗ്രഹിക്കുന്നു. പ്രസാരിച്ച അധിതിഷ്ഠതി ജാഗ്രതകാലേ, ആ ബുദ്ധി ഇങ്ങനെ സദാ തന്റെ ചുറ്റുപാട് ഉള്ള വിഷയങ്ങൾ എന്ന് വെച്ചാൽ തന്റെ ഇന്ദ്രിയങ്ങളുടെ വിഷയങ്ങൾ, അത് അടുത്തോ ദൂരെയോ വലുതോ ചെറുതോ എന്നൊന്നുമുള്ള പ്രശ്നമില്ല. ഇന്ദ്രിയങ്ങൾക്ക് വിഷയമായോ അതിൽ ഇങ്ങനെ പ്രസാരിച്ച അതിതിഷ്ഠതി, അതെല്ലാം വ്യാപിച്ചിട്ട് സ്ഥിതി ചെയ്യുന്നു. ആ ബുദ്ധി എവിടെ? ഈ ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഹൃദയത്തിലിരുന്നുകൊണ്ടത് ബാഹ്യമായ സർവ്വ വിഷയങ്ങളുമായിട്ട് ആ ചിത്തം ഒരു ബന്ധത്തെ ഉണ്ടാക്കിയെടുക്കുന്നു. അപ്പോൾ പറയുന്നത് ഞാനിത് അറിഞ്ഞു എന്ന് പറയുന്നു. എപ്പോ? ജാഗ്രത കാലി. ജാഗ്രതയെ കുറിച്ചാണ് പറഞ്ഞു. ഉണർന്നിരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. താം വിജ്ഞാനമയോ അഭിവ്യക്ത സ്വാത്മചൈതന്യ അവഭാസതയാ വ്യാപനോതി. ഇവിടെ നമ്മൾ പൊതുവെ ചിത്തമെന്ന് പറഞ്ഞു. ബുദ്ധിയെന്നോ മനസ്സെന്നോ എല്ലാം പറഞ്ഞു. വാസ്തവത്തിൽ ആ ചിത്തം ഇങ്ങനെ വ്യാപിക്കുന്നു, കർണങ്ങളിലൂടെ പ്രവർത്തിപ്പിക്കുന്നു എന്നെല്ലാം പറയുമ്പോൾ അതിൽ ക്രിയ സംഭവിക്കുന്നു, പ്രവൃത്തി സംഭവിക്കുന്നു. നേരത്തെ പറഞ്ഞു ആ വിജ്ഞാനമയൻ ക്രിയാകാരക ഫലശൂന്യനാണ്. അപ്പോ ഇതെങ്ങനെ സംഭവിക്കുന്നു? വിജ്ഞാനം പുറമെയുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെടുന്നു എന്നെല്ലാം പറയുന്നത് എങ്ങനെ സംഭവിക്കും? നേരത്തെ പറഞ്ഞു വിജ്ഞാനമയൻ വ്യതിരിക്തനാണ് ഇതിൽ നിന്നെല്ലാം, അവിജ്ഞാനമയൻ വിശുദ്ധനാണ് എല്ലാം പറഞ്ഞു. ഇതെങ്ങനെ സംഭവിക്കും? ഇവിടെ ജീവന് ഇന്ദ്രിയങ്ങളിലൂടെ അറിവുണ്ടാകുന്നുണ്ട്. അതങ്ങനെ സംഭവിക്കും. അതിനുവേണ്ടി പറയുന്നു അഭിവ്യക്ത സ്വാത്മ ചൈതന്യ ഔഭാസതയാ വ്യാപനോതി. ആ വിജ്ഞാനമയനും ഈ ചിത്തവുമായിട്ടൊരു ബന്ധമുണ്ടാകുന്നു. അത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അധ്യാസം മറ്റും ചർച്ച ചെയ്യുന്നത്. ഒരു ബന്ധം ചിത്തും ജഡവുമായിട്ടുള്ള താതാത്മ്യം, ചിത് ജഡഗ്രന്ഥി എന്ന് പറയുന്നു. അത് സംഭവിക്കുന്നു. അതിന് ഒരു താതാത്മ്യം, അധ്യാസം, അത് ബ്രഹ്മസൂത്രത്തിൽ ഒരു മിഥുനീകരണം സംഭവിക്കുന്നു. ഇങ്ങനെ എല്ലാം സംഭവിക്കുന്നു എന്നോടെ പറഞ്ഞു. ഒരു കൂടിക്കലർ പാലും വെള്ളവും പോലെ ജഡവും ചിത്തും തമ്മിൽ ഒരു ബന്ധം ഉണ്ടാകുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ആ ബന്ധം എന്ന് പറഞ്ഞാൽ എന്താ ബന്ധം? ആ ചിത് ഛായ അല്ലെങ്കിൽ ചിത് പ്രതിബിംബം ഈ ബുദ്ധിയിലേക്ക് വരുന്നു. ബുദ്ധി പറഞ്ഞല്ലോ സൂക്ഷ്മ ശരീരത്തിന്റെ ഭാഗമാണ്. അത് പഞ്ചഭൂതാത്മകമാണ്, ഒരു തത്വമാണ്. ആ തത്വം ചൈതന്യവത്താകുന്നു. അതിനാണ് സാധാരണ ഉദാഹരണം പറയുന്നത്. അയസ്കാന്തം, അയസ് കാന്തമാകുന്ന പോലെ, ഇരുമ്പ് കാന്തമാകുന്ന പോലെ, അല്ലെങ്കിൽ സർവത്ര
വസ്തുവിൽ ശക്തി വ്യാപിക്കുന്നത് പോലെ പലതരത്തിലുള്ള ശക്തി വസ്തുക്കളിൽ വ്യാപിക്കുന്നുണ്ട്. പ്രകാശം ഈ വസ്തുക്കളിൽ വ്യാപിച്ചിരിക്കുന്നു. അതുപോലെയല്ല, ഒരു കൂടിക്കല്ലിൽ സംഭവിക്കുന്നു. അഭിവ്യക്ത സ്വാത്മ ചൈതന്യ അവഭാസതയാ. അപ്പോ ആദ്യം ആ ചൈതന്യം വിജ്ഞാനമയൻ, ആ വിജ്ഞാനമയന്റെ സാന്നിധ്യത്തിൽ ഈ ചിത്തം, സാന്നിധ്യത്തിൽ അത് സ്വയം ചൈതന്യവത്താകുന്നു. ചൈതന്യവത്തായി അത് വിഷയങ്ങളിലേക്ക് വ്യാപിക്കുന്നു. എന്നുവെച്ചാൽ വിഷയങ്ങളെ ഗ്രഹിക്കുന്നു, വിഷയങ്ങളെയും ചൈതന്യവത്താക്കി മാറ്റുന്നു. ഇത് ജാഗ്രതയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. സങ്കോചനകാലേ. അപ്പോൾ ഇവിടെ അവിജ്ഞാനമയൻ പുറത്തെത്തിക്കഴിഞ്ഞു, സർവവിഷയത്തെയും ഗ്രഹിക്കുന്നവനായി തീർന്നു. ഇനി സങ്കോചനകാലേ, മറിച്ച് സുഷുപ്തിയിൽ ആണ് സങ്കോചനകാലം. തസ്യ അനുസങ്കുചതി. ഇവിടെ ചിത്തിപ്പോൾ വ്യാപിച്ചിരിക്കുകയാണ്. ഞാൻ എന്നെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു, എന്റെ ചുറ്റുമുള്ള എല്ലാം അറിയുന്നു, എത്രയോ ദൂരെയുള്ള സൂര്യനെ അറിയുന്നു, എന്റെ അറിവ് എല്ലാ സ്ഥലത്തും എത്തിക്കഴിഞ്ഞു. പക്ഷെ സങ്കോചനകാലത്തിൽ സുഷുപ്തിയിൽ തസ്യ അനുസങ്കുചതി എന്ന ആ ബുദ്ധി അല്ലെങ്കിൽ ഈ ചിത്തം അല്ലെങ്കിൽ ഈ മനസ്സ് അല്ലെങ്കിൽ ഈ അന്ധക്കരണം എന്ത് പറയാം, അത് സങ്കോചിക്കുന്നതിനനുസരിച്ച്, അത് പിൻവലിയുന്നതിനനുസരിച്ച്, നേരെ പറഞ്ഞുള്ള ഇതിന്റെ സ്ഥാനം ഹൃദയമാണ്, ഹൃദയത്തിൽ നിന്ന് നാഡികളിലൂടെ അത് പുറത്തേക്ക് വന്നു, അതുപോലെ തിരിച്ചു പോകുന്നത് അതിന്റെ സ്ഥാനത്തിലേക്ക് പോകുന്നു, ഹൃദയസ്ഥാനത്തിലേക്ക്. അതിനൊരു സ്ഥാനമുണ്ടെന്ന് പറഞ്ഞല്ലോ. അതിനനുസരിച്ച് ഈ വിജ്ഞാനം, ഇതിലെല്ലാം വ്യാപിച്ചിരുന്ന വിജ്ഞാനം സങ്കോചിക്കുന്നു. ആണോ? സുഷുപ്തിയിൽ ഈ വിജ്ഞാനമയൻ ആ പരനോട് ഏകീഭവിക്കുന്നു. എന്നുവെച്ചാൽ പരനായി തന്നെ ഇരിക്കുന്നു. അതുവരെ ഉണ്ടായിരുന്ന ആ വിഷയവിജ്ഞാനം മറ്റും എവിടെ പോയി? അതിനെവിടെ ഉപേക്ഷിച്ചിട്ട് പോയി? മനസ്സിനെവിടെ വെച്ചിട്ട് പോയി? അതിന്റെ സ്ഥാനത്ത് വെച്ചിട്ട് പോയി. അതിന്റെ സ്ഥാനം എന്താണ് ഇവിടെ പറഞ്ഞ ഹൃദയം? അവിടെ വെച്ചിട്ട് പോയി. ആ ഹൃദയം അവിടെ ഉണ്ടല്ലോ. അത് മുമ്പ് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഇതിനൊന്നും അങ്ങോട്ട് കൊണ്ടുപോകുന്നില്ല, ഇവർക്കൊന്നും അങ്ങോട്ട് പ്രവേശനമില്ല. രാജാവ് പരിവാരങ്ങളോടുകൂടി വരുമ്പോൾ കോട്ടയിലേക്ക് പ്രവേശിക്കുമ്പോൾ സൈന്യങ്ങളെയൊക്കെ പുറത്തു നിർത്തും. പിന്നെ കുറച്ചുള്ളിലേക്ക് കിടക്കുന്നു, ഓരോ ഗോപുരങ്ങൾ കിടക്കുമ്പോൾ പ്രധാന സേനാനായകന്മാർ, പിന്നെ ഉള്ളിലേക്ക് കിടക്കുമ്പോൾ അമാത്യൻ, തൊട്ടടുത്തയാൾ. അത് കഴിഞ്ഞ് തന്റെ സ്വന്തം സേനാഗ്രഹത്തിലേക്ക് പോകുമ്പോൾ അയാളെ ഒഴിവാക്കി. അങ്ങനെ ഓരോ സ്ഥലത്ത് ഒഴിവാക്കേണ്ടവരെയൊക്കെ ഒഴിവാക്കി ഈ വിജ്ഞാനമയൻ സ്വസ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. അതാണ് തസ്യ അനുസങ്കുചതി എന്ന് പറയുന്നത്. സങ്കോചിക്കുമ്പോൾ ആ ബുദ്ധിക്കനുസരിച്ച് ഇതെല്ലാം സംഭവിക്കുന്നു. അപ്പോൾ ആ പ്രവർത്തനങ്ങളെല്ലാം നിൽക്കുന്നു, ഹൃദയത്തിലേക്ക് വരുന്നു. പിന്നെ എവിടെ എത്ര ആവശ്യമുണ്ടോ അവിടെ മാത്രം. രാജാവ് അംഗരക്ഷകരെയൊക്കെ തന്റെ കൂടെ തന്റെ മുറിയുടെ പുറത്തൊക്കെ നിർത്തും. ചതുരംഗപ്പടയെ കൊണ്ട് അവിടെ നിർത്തും? ഇല്ലല്ലോ. ആവശ്യമുള്ളവർ മാത്രം അവിടെയൊക്കെ നിർത്തും. അതുപോലെ ഈ ശരീരത്തിൽ ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം വിജ്ഞാനമേന അതാത് സ്ഥാനത്ത് വയ്ക്കും. അതാണ് ശരീരം ചൈതന്യവത്തായിരിക്കുന്നത്. അതാണ് നേരത്തെ ദൃഷ്ടാന്തത്തിൽ പറഞ്ഞെന്താണ്, പാണിപേഷണ കൈകൊണ്ട് കുലുക്കി കുലുക്കി വിളിച്ചപ്പോൾ അവനുണ്ടെന്നു എന്ന് പറഞ്ഞില്ലേ. ആദ്യം വിളിച്ചപ്പോൾ വിളി കേട്ടില്ല, ഉച്ചത്ത് വിളിച്ചു, കൈകൊണ്ടൊന്ന് കുലുക്കി. അപ്പോൾ എന്താണ്, ആ ചൈതന്യത്തെ ഇവിടെ ശരീരത്തിൽ ആ നാഡികളെല്ലാം ആവശ്യമുള്ള അത്ര മാത്രം
കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ ഉറക്കം വരത്തില്ല. ചെറിയൊരു ശബ്ദം കേട്ടാൽ മതി ചാടി എണീക്കും. അപ്പോൾ ഇതിനെയൊക്കെ ഒന്ന് നിലനിർത്തണം. ഇത് നശിച്ചു പോകരുത്. അതിനാവശ്യമുള്ള അത്രയും ചിത്തത്തെ, പ്രാണനെ ശരീരഭാഗങ്ങളിലെല്ലാം വയ്ക്കുന്നു. എന്നിട്ട് താൻ സ്വസ്ഥനായി സുഖമായിട്ട് അവിടെ പോയി ഉറങ്ങുന്നു. ബാക്കി കാര്യങ്ങളെല്ലാം ആ സമയത്ത് അവർ നോക്കിക്കോളും. എന്താ, രാജാവ് ഉറങ്ങുമ്പോൾ ഭരണകാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. രാജാവ് ഉറങ്ങിയെന്ന് പറഞ്ഞു ഭരണത്തിന് മുടക്കമൊന്നും വരത്തില്ല. അമാത്യന്റെ ജോലി ചെയ്യും. അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ ഉറങ്ങി മറ്റൊരാൾ ആ ജോലി നിർവഹിക്കും. പുരത്തിലെ കാര്യങ്ങളെല്ലാം തകരാറില്ലാതെ നടക്കും. അതുപോലെയൊക്കെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. തസ്യ അനുസങ്കുചതി സ്വസ്യ വിജ്ഞാനമയസ്യ സ്വഭ. ഇതാണ് വിജ്ഞാനമയന്റെ സുഷുപ്തി എന്ന് പറയുന്നത്. അപ്പോൾ സുഷുപ്തനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിതെല്ലാം മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ ഉറങ്ങിക്കിടക്കുന്നവന്റെ തലയ്ക്ക് ഒരു യന്ത്രം കൊണ്ട് പിടിപ്പിച്ചിട്ട് ഇതാ ഇവൻ ഉറങ്ങിയിട്ടില്ല, ഇവനൊരു ബോധം പ്രവർത്തിക്കുന്നുണ്ട്, നിങ്ങൾ പറഞ്ഞേക്ക് അസംബന്ധമാണ്, ഇത് ഞാൻ അളന്ന് കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞാൽ അതിനോടിവിടെ വിരോധമൊന്നുമില്ല. ഉറങ്ങിക്കിടക്കുന്നവൻ മരിച്ചു കിടക്കുന്നു എന്നല്ല പറയുന്നത്. അവിടെ ആ ചൈതന്യത്തിന് സങ്കോചം മാത്രമേ സംഭവിക്കുന്നുള്ളൂ. ആ ചൈതന്യം ശരീരത്തെ വിടുന്നില്ല, വിട്ടാൻ വരണം. ഉറക്കത്തിൽ സങ്കോചം സംഭവിക്കുന്നു. അപ്പോൾ ശരീരത്തിൽ അത് വ്യാപ്തമായിരിക്കുന്നു. ശരീരത്തിന് നിലനിർത്തുന്നതിന് ആവശ്യമായ തരത്തിൽ മാത്രം. ഇതാണ് വിജ്ഞാനമയന്റെ ഉറക്കം എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ചൊക്കെ ഒരുപാട് വിശദീകരിക്കുന്നുണ്ട്. സൂര്യൻ ആകാശത്ത് ഒറ്റയ്ക്ക് നിൽക്കുന്നു. പക്ഷെ തന്റെ രശ്മികളിലൂടെ ലോകം മുഴുവൻ അത് വ്യാപിക്കുന്നു. അതിന് സൂര്യൻ ഇങ്ങോട്ട് ഇറങ്ങി വരേണ്ട ആവശ്യമില്ല. എന്നാൽ ഈ പ്രകാശമൊക്കെ സൂര്യനാണ് താൻ. സൂര്യൻ നമ്മുടെ അടുത്ത് വരാതെ തന്നെ സൂര്യൻ നമ്മുടെ അടുത്ത് നിൽക്കുകയാണ് പ്രകാശരൂപത്തിൽ. അതൊരത്ഭുതമല്ലേ. സൂര്യൻ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? പക്ഷെ പ്രകാശം ഇവിടെ ഇല്ലാതെ കാര്യം നടക്കത്തുമില്ല. അപ്പൊ സൂര്യൻ സൂര്യന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് തന്നെ രശ്മികളുടെ രൂപത്തിൽ ആവശ്യമുള്ളിടത്തെല്ലാം എത്തിച്ചേരുന്നത് പോലെ ജാഗ്രതത്തിൽ ഈ വിജ്ഞാനമയൻ താൻ ഇരിക്കേണ്ട സ്ഥാനത്തിരുന്നുകൊണ്ട് തന്നെ ബാഹ്യവിഷയങ്ങളെല്ലാം എത്തിച്ചേരുന്നു. രാജാവ് തന്റെ സിംഹാസനത്തിൽ ഇരുന്നാൽ മതി, തന്റെ ശാസന രാജ്യം മുഴുവൻ എത്തും. അതുപോലെ ഉദാഹരണം പറയുന്നതാണ്. സ്വസ്യ വിജ്ഞാനമേസ്യ സ്വപ. ഇതാണ് ആ വിജ്ഞാനമേന്റെ ഉറക്കം. ജാഗ്രത വികാസ അനുഭവ ഭോഗ. സുഷുപ്തി എന്ന് പറയുന്ന ഒരു സങ്കോചം, ശരീരത്തിൽ സങ്കോചിക്കുന്നു. ജാഗ്രതത്തിൽ എന്ത് ചെയ്യുന്നു? വികാസം, വികസിക്കുന്നു. സങ്കോച വികാസങ്ങളാണ് വിജ്ഞാനമയന്റെ സങ്കോച വികാസങ്ങളാണ് ജാഗ്രതും സുഷുപ്തിയും. വികാസ അനുഭവ ഭോഗ. ബുദ്ധി ഉപാധി സ്വഭാവ അനുവിധായി സ. ഈ വിജ്ഞാനമയൻ എന്താ ഇങ്ങനെ രണ്ട് വേഷം കെട്ടാൻ കഴിയുന്നു? സുഷുപ്തിയിൽ സങ്കോചിക്കാൻ പറ്റുന്നു, ജാഗ്രതയിൽ വികസിക്കാൻ പറ്റുന്നു. പറയുന്നു ബുദ്ധിയാകുന്ന ഉപാധി സ്വഭാവത്തെ അനുസരിച്ച്. എന്നുവെച്ചാൽ ഈ വിജ്ഞാനമയനല്ല സങ്കോചിക്കുകയും വികസിക്കുകയും ചെയ്യുന്നു. അങ്ങനെ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ ബുദ്ധിയാകുന്ന ഉപാധിയാണ്. ബുദ്ധിയാകുന്ന ഉപാധി
ഇവിടെ സ്വഭാവമാണ് സങ്കോചിക്കുക, വികസിക്കുക എന്ന് പറയുന്നത്. ബുദ്ധി ഉപാധി സ്വഭാവം അനുവിധായി അതിനനുസരിക്കുന്നു. ആര്? വിജ്ഞാനമേ. അങ്ങനെ ചന്ദ്രാദി പ്രതിബിംബ ജലാധി അനുവിധായി. ചന്ദ്രന്റെ പ്രതിബിംബം ജലത്തെ അനുസരിക്കുന്നത് പോലെ. എങ്ങനെ? ജലം ഇളകിയാൽ ചന്ദ്രനും ഇളകും, ജലം വളഞ്ഞാൽ ചന്ദ്രനും വളയും, ജലം കറുത്താൽ ചന്ദ്രനും കറക്കും. അതുപോലെ അതെല്ലാം ബുദ്ധിയുടെ സ്വഭാവമാണ്. നമുക്ക് സർവവ്യാപിയായിരിക്കുന്ന സ്വയം പ്രകാശരൂപനായിരിക്കുന്ന ഈ വിജ്ഞാനമയൻ എന്താ ഉറക്കം, എന്താണ് ഉണർവ് എന്നൊക്കെ ചോദിക്കും. ഉറങ്ങുന്നുമില്ല, ഉണരുന്നുമില്ല, ഏകരൂപത്തിൽ പ്രകാശിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിന് ജാഗ്രതെന്നോ സുഷുപ്തിയൊന്നോ സ്വപ്നമൊന്നോ ഉള്ള ഭേദമൊന്നുമില്ല. ഈ മൂന്ന് സ്ഥാനത്തും അത് ഏകരൂപത്തിൽ തന്നെ ഇരിക്കുന്നു. പക്ഷേ ബുദ്ധിയുടെ സങ്കോച വികാസങ്ങൾക്കനുസരിച്ച് മാറ്റം സംഭവിക്കുന്നു. ഈ ബുദ്ധി സങ്കോചിക്കുമ്പോൾ വിജ്ഞാനമയൻ സുഷുപ്തനാകുന്നു. ബുദ്ധി വികസിക്കുമ്പോൾ അത് ജാഗ്രതത്തിലേക്കോ സ്വപ്നത്തിലേക്കോ പോകുന്നു. അതിന് ഉദാഹരണം പറഞ്ഞ് ചന്ദ്രാദി, ചന്ദ്രൻ, സൂര്യൻ തുടങ്ങിയവയുടെ പ്രതിബിംബം എങ്ങനെയാണോ ഉപാധി അനുസരിച്ച് മാറ്റം വരുന്നത്, അതുപോലെ ഈ മാറ്റങ്ങളെല്ലാം സംഭവിക്കുന്നത് ആ പ്രതിബിംബത്തിലാണ്, വാസ്തവത്തിലുള്ള വസ്തുവിലല്ല. അതിന് മൂന്ന് സ്ഥലത്തും അതിന് ഉറക്കവുമില്ല, ഉണർവുമില്ല, സ്വപ്നവുമില്ല, ഏകരൂപത്തിലിരിക്കുന്നു. അതിന്റെ ഏകരൂപത, തുരീയ സ്ഥിതി, അത് നമുക്കൊന്ന് മനസ്സിലാക്കണമെങ്കിൽ ഈ ജാഗ്രതത്തിൽ നമ്മൾ സുഷുപ്തിയെക്കുറിച്ച് ചിന്തിക്കുന്നു, അത്രയേ ഉള്ളൂ. അല്ലാതെ ജാഗ്രതത്തിൽ ഇല്ലാത്തൊരു വിശേഷത വാസ്തവത്തിൽ സുഷുപ്തിയിലുമില്ല, സ്വപ്നത്തിലുമില്ല. മൂന്ന് സ്ഥലത്തും അത് ഏകരൂപത്തിലിരിക്കുന്നു. ജാഗ്രത, സ്വപ്ന, സുഷുപ്തിഷു സ്ഫുടതരാ യാ സംവേദ. അവിടെ വ്യത്യാസമൊന്നുമില്ല. മൂന്ന് സ്ഥലത്തും അത് സ്ഫുടമാണ്. ആ സമയത്ത് അങ്ങനെ ഇരുന്നിട്ട് തനിക്കെന്താ കാര്യം, തനിക്കെന്താ പ്രയോജനം? തനിക്കുള്ള പ്രയോജനം ആ സമയത്തിന്റെ സ്വരൂപത്തെ അറിയുക എന്നുള്ളതാണ്. ഇപ്പോൾ അതിനെ അറിയാൻ ശ്രമിക്കുമ്പോൾ, എപ്പോൾ അറിയാൻ ശ്രമിക്കുന്ന ഈ ഉണർവ്, അതിനുള്ള ഒരു ഉപായമാണ് സുഷുപ്തനായ പുരുഷനെ നിർദ്ദേശിക്കുന്നത്. ആ സുഷുപ്തനെങ്കിൽ നമുക്ക് ജാഗ്രതത്തിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഇവിടെ അയാൾ തന്നെയാണ്. എടുത്തുകൊണ്ട് പോകേണ്ട കാര്യമില്ല. സുഷുപ്തന് സ്വപ്നത്തിലേക്കോ ജാഗ്രതത്തിലേക്കോ ഒന്നും നമ്മൾ കൊണ്ടുവരണ്ട. ഇവിടെയും അവിടെയും എല്ലാം അത് തന്നെ. അവനൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. പക്ഷെ ഇവിടെ ആവശ്യമായി വന്നിരിക്കുന്നത് ആ സ്വസ്വരൂപനായിരിക്കുന്ന അവനെ അറിയുക എന്നുള്ളതാണ്. അതിപ്പോ സ്വപ്നമല്ലാത്തതുകൊണ്ട് സ്വപ്നത്തിൽ സാധിക്കുന്നില്ല, ഇപ്പൊ സുഷുപ്തി അല്ലാത്തതുകൊണ്ട് സുഷുപ്തിയിൽ സാധിക്കുന്നില്ല, ഇപ്പൊ ജാഗ്രതാണ്, അതുകൊണ്ട് ഇവിടെ അത് സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് ഇവിടെ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു. മൂന്നവസ്ഥയിലും ഏകരൂപത്തിൽ പ്രകാശിക്കുന്ന തുര്യൻ അതാണ് താൻ എന്ന് ബോധിക്കുന്നു. അതിനു വേണ്ടിയിട്ടാണ് ഈ അഭ്യാസങ്ങളെല്ലാം, ഈ വിശദീകരണങ്ങൾ എല്ലാം. തസ്മാത്, അതുകൊണ്ട് തസ്യ ബുദ്ധി ജാഗ്രത് വിഷയായ താഭി നാളേഭി പ്രത്യവസർപ്പണം അവസൃപ്യ പുരീരതി ശരീരേ ശേതേ തിഷ്ഠതി. സുഷുപ്തി പരബ്രഹ്മത്തിനോട് ഏകീഭവിച്ചിരിക്കുന്നു.
രണ്ടില്ല, പലതവണ പറഞ്ഞു. അത് ശുദ്ധ ബുദ്ധമുക്ത സ്വഭാവമാണ്. എന്നാൽ പിന്നെ എന്താ ഈ ശരീരം വിട്ടുപോകാതെ, ശരീരസംബന്ധം വിടാത്ത, ശരീരസംബന്ധം അവിടെയുണ്ട് ചൈതന്യത്തിന്. തസ്മാത് തസ്യ ബുദ്ധേഹി, ആ ബുദ്ധി ജാഗ്രത് വിഷയായ, ജാഗ്രത്തിനെ ഗ്രഹിക്കുന്ന ബുദ്ധി എന്ന് വെച്ചാൽ ഉണർന്നിരിക്കുന്ന ബുദ്ധി, താഭിന്നാടേബിഹി, അങ്ങനെ ഉണർന്നിരുന്നിട്ട് മുമ്പ് പറഞ്ഞതുപോലെ കർമ്മങ്ങളെല്ലാം ക്ഷയിക്കുമ്പോൾ ഈ ഭോഗം സുഖ ദുഃഖാനുഭവം കൊണ്ട് തളരുമ്പോൾ ഈ നാഡികളിലൂടെ പ്രതി അവസർപ്പണം, തിരിഞ്ഞൊരു പോക്ക്, തന്റെ കേന്ദ്രസ്ഥാനത്തിലേക്ക്, ഹൃദയത്തിലേക്ക് തിരിഞ്ഞൊരു പോക്കുണ്ട്. അങ്ങനെ പോയിട്ട് പ്രതി അവസൃപ്യ, അങ്ങനെ തിരിച്ചു പോയിട്ട് ഈ ചൈതന്യം, അതായത് ബുദ്ധി വൃത്തിയിൽ വ്യാപിച്ചിരിക്കുന്ന ഈ ചൈതന്യം പുരീതതി ശേതേ, ഈ ശരീരത്തിൽ ഇരിക്കുന്നു, തിഷ്ഠതി. അപ്പൊ ജാഗ്രതത്തിലെ പ്രവൃത്തികളെല്ലാം അവസാനിപ്പിച്ചു, സ്വപ്നത്തിലെ പ്രവൃത്തികളും അവസാനിപ്പിച്ചു. എന്നിട്ട് ഈ ശരീരത്തിൽ ഇരുപ്പുറപ്പിച്ചിരിക്കുകയാണ് ആ ചൈതന്യം. എന്നുവെച്ചാൽ ശരീരത്തെ നിലനിർത്തുന്നതിന് ആവശ്യമുള്ള ആ ചൈതന്യാംശം എന്ന് പറയാം. ആ ചിച്ഛായ ഈ അന്ധകരണത്തിന്റെ സഹായത്തോടുകൂടി ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്നു. അവിടെ ഒരു കാര്യവും സംഭവിക്കുന്നില്ല. അഗാഠനിദ്രയിൽ ബുദ്ധി പ്രവർത്തിക്കുന്നില്ല. ജീവന്റെ ബോധപൂർവമായ ഒരു പ്രവൃത്തി, എഴുന്നേക്കാൻ പറ്റുന്നില്ല, നടക്കാൻ പറ്റുന്നില്ല, കാണാനും കേൾക്കാനും പറ്റുന്നില്ല. ഒരു കാര്യങ്ങളും സംഭവിക്കുന്നില്ല. ശരീരമുണ്ട്, കാര്യം സംഭവിക്കുന്നില്ല. അതുകൊണ്ട് ഈ സ്ഥിതിയിൽ ആ ശരീരത്തെ പറയും കാരണശരീരം എന്ന് പറയും. എന്നുവെച്ചാൽ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ യോഗ്യമായ ഈ ശരീരം, എല്ലാ കാര്യങ്ങളും ഈ ശരീരത്തെ ആശ്രയിച്ചിട്ടാണ്. കാണുന്നതൊരു കാര്യം, കേൾക്കുന്ന ഒരു കാര്യം, തിന്നുന്നത്, കുടിക്കുന്നതെല്ലാം ഈ ശരീരത്തെ ആശ്രയിച്ചിട്ടാണ്. ജീവൻ സ്വേച്ഛയ ബോധത്തോടുകൂടി ചെയ്യുന്ന പ്രവൃത്തികൾ, ജീവന്റെ സഹജമായ പ്രാണ ചേതന പ്രവൃത്തികളല്ല, ബോധപൂർവം ചെയ്യുന്ന പ്രവൃത്തികൾ. ഇതെല്ലാം കാര്യങ്ങളാണ്, ജീവകാര്യമാണ്. സുഖദുഃഖത്തെ അനുഭവിക്കുക, ഇതെല്ലാം. ഈ കാര്യങ്ങളൊന്നും കൂടാതെ ഈ ശരീരം വെട്ടിയിട്ട തടി പോലെ അങ്ങനെ കിടക്കുന്നു, ചത്തതിന് സമമായി. എന്നുവെച്ചാൽ അതതിന്റെ കാരണാവസ്ഥയിലിരിക്കുന്നു. ഇത് കാരണശരീരം എന്ന് പറയുന്നു. കാരണശരീരം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വേറെ ചിലർക്ക് മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. തൽക്കാലം കയ്യിലിരിക്കിട്ട് ഇങ്ങോട്ട് എടുക്കണ്ട. തൽക്കാലം ഇത് മനസ്സിലാക്കുക, അത് വരുമില്ല. എല്ലാം കൂടി ഇട്ട് കൂട്ടിക്കുഴയ്ക്കില്ല. വിവരക്കേടും വിവരം കൂടെ കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാകുന്ന സാധനം എന്തായിരിക്കും? അതിന് പേരില്ല. പുരീതതി ശരീരേ സീതേ തിഷ്ഠതി. അത് ഉദാഹരണം പറയുന്നു, ഒരു നല്ല ഉദാഹരണം. തപ്തമിവ ലോഹപിണ്ഡം അവിശേഷേണ സംവ്യാപ്യ അഗ്നിവത് ശരീരം സംവ്യാപ്യ വർത്തതേ ഇത്യർത്ഥഃ. തപ്തലോഹപിണ്ഡം, ഒരു ഇരുമ്പ് കഷ്ണത്തെ ചൂടാക്കുക, നല്ല തിളപ്പിക്കുക. ആ ലോഹപിണ്ഡത്തിൽ എവിടെ അഗ്നിയിരിക്കുന്നു? സംവ്യാപ്യ, അത് സ്വയം അഗ്നിമയമായിരിക്കുന്നു. എങ്ങനെയാണോ ആ പിണ്ഡത്തിൽ അഗ്നിയിരിക്കുന്നത്, ഇരുമ്പ് കഷ്ണത്തിൽ, അതുപോലെ ആ സുഷുപ്തിയിൽ ശരീരം സംവ്യാപ്യ, ശരീരത്തിൽ വ്യാപിച്ചിട്ട് ആ ചൈതന്യം സ്ഥിതി ചെയ്യുന്നു. അതുകൊണ്ടാണ് ഉറങ്ങിക്കിടക്കുന്നവന്റെ തലയിൽ മെഷീൻ വെച്ച് നോക്കിയാൽ അവിടെ ചില ചലനങ്ങളെല്ലാം കാണുന്നത്.
ഇതിന് പരദൃഷ്ടിയിലുള്ള സുഷുപ്തി എന്ന് പറയും. നേരത്തെ പറഞ്ഞത് ആത്മദൃഷ്ടിയിലുള്ള സുഷുപ്തി. രണ്ടുമുണ്ട്. രണ്ട് രീതിയിലും നമുക്ക് ചിന്തിക്കാം. ഓം ശാന്തി ശാന്തി ശാന്തി.